എന്നിട്ട് ഈ ഫിനിഷാണ് മൊത്തം. അപ്പോൾ ഫിനിഷാവും. ഈ ഫിനിഷാണ് മൊത്തം. ഇത് ഫിനിഷാവും. പിന്നെ കാണണ്ട ലൈറ്റ് കൂട്ടാൻ പറ്റുമോ? ഇനി കാണാണ്ടപ്പോ നമുക്ക് ഒപ്പനെ കാണാണ്ട്. ഇല്ല പിന്നെ കാണിക്കും. ഞാൻ വിളിക്കണോ? ഒന്ന് വിളിച്ചു പറഞ്ഞു ലൈവിൽ പിന്നെ ഇതവിടെ നോട്ട്ബുക്ക് ഇവിടെ ഒരു നോട്ട്ബുക്കിലായിരുന്നു. എടുക്കാം ഞാൻ മറ്റേ ലൈറ്റ് കൂടി ഇട്ടാ. ഈ ലൈറ്റ് ഞാൻ ലൈവിലുണ്ടേ. അല്ല നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? എന്നെ കിട്ടുന്നുണ്ടോ? ശരി മതി. അപ്രൂവൽ കൊടുത്തു, കണ്ടു, അപ്രൂവൽ കൊടുത്തു. നീ അത് തുടങ്ങിയിട്ട് പോയാൽ മതി. നമുക്ക് ഒരാൾ കാണാൻ തുടങ്ങി. ഒരു പെണ്ണിനെ കാണാൻ. രണ്ടുപേര് കാണാൻ ഉണ്ടോ? കാണാൻ കേൾക്കാം. പിന്നെന്താ മുരളി കാണാനോ അല്ലേ? കേൾക്കാം. ഓക്കെ, ഐ ആം റെഡി. സാർ നമസ്കാരം. മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ ഫിനിഷ് നോക്കിയാൽ എന്താണ്? നടന സഭയിലേക്ക് സ്വാഗതം. പോവാൻ പറ്റില്ല. ഞാൻ തുടങ്ങിക്കോട്ടെ. ഹലോ സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പം തുടങ്ങും. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ധൈര്യത്തിന് നേരത്തെ. ഐ എം സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് ഇഫ് എനി. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ഫോർ another 10 minutes and I will start my talk. എന്താണ് ഇൻവൈറ്റ് എന്ന് കാണിക്കുന്നത്? നമസ്കാരം. ക്യാൻസൽ നടത്തിയാൽ മതി.
ആരോ ഇൻവൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനം വന്നേ, പക്ഷെ എനിക്ക് ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. അതൊന്നും ചെയ്യണ്ട. ഇൻവൈറ്റ് സമ്മൺ ഓൺ ദ ക്യാമറ എന്നൊക്കെ. അപ്പോൾ നമ്മൾ അറിയാത്ത പണിക്ക് പോകണില്ല, ക്ഷമിക്കുക. KPSC പ്രേമേന്ദ്രൻ ചേട്ടൻ വേണ്ട, KPSC പ്രേമേന്ദ്രൻ മതി. എൻ്റെ ചേട്ടനാ, നിങ്ങളുടെ അല്ല. Yeah, give me 5 minutes more and go live. You are live. Eh? You are live right now. No, live. I will talk live. എത്ര മിനിറ്റ് വേണ്ട? 1 hour. 8 മണി ആയി കഴിഞ്ഞാൽ 8 മണി 8:15 ആയി കഴിഞ്ഞാൽ ഫിനിഷ് ആവും. അപ്പോൾ അവർ അപ്പോൾ ഒപ്പനെ എല്ലാം ഒക്കെ കാണാൻ നോക്കാൻ പറ്റും. തുടങ്ങി വരാമെന്നോ? സമയമായില്ലല്ലോ, ഇനിയുണ്ട് 5 മിനിറ്റ്. തുടങ്ങി വരാമെന്ന് പറഞ്ഞാൽ എന്നാ തുടങ്ങി? ചിലർ പിന്നെ ലേറ്റായിട്ട് 7 മണിക്ക് വന്ന് ചേർന്നാൽ അവർക്ക് മനസ്സിലാവില്ല, കേൾക്കില്ല, മുഴുവനാവില്ല. തുടങ്ങണമെങ്കിൽ പറഞ്ഞോളൂ മുരളി. ഐ ആം റെഡി. ഇഷ്ട താൻ എന്തായാലും ഇത്ര ആയില്ലേ? എന്താണ് വേവോളം ആവായിട്ട ആവോളം എന്ന് പറയും. മുരളി തുടങ്ങാറായി പറഞ്ഞോളൂ, ഞാൻ റെഡിയാ. ആ 7 മണി ആവട്ടെ എന്ന്. ശരി, 7 മണി വരെ എല്ലാവരും കാത്തിക്കണേ. സൂസൻ അഗസ്റ്റിൻ അടക്കം. അവരാണ് മറ്റേ അടിച്ചത്. ക്യാമറ ഓൺ ചെയ്യാൻ പറഞ്ഞേ, എന്താ കാര്യം നമുക്കറിയില്ല. എൻ്റെ പേരിങ്ങനെ കണ്ടു. വേണ്ട വേണ്ട, എന്തിനത്? ഞാൻ എൻ്റെ ചെയ്തിട്ട് നീയും പോവും. ഓക്കെ സാർ, 7 മണി ആവട്ടെ എന്ന് പറഞ്ഞു. 25 minutes. സാർ ആരംഭിക്കാൻ. നീ അപ്പോൾ അതിനടുത്ത് പോണേ കേട്ടാ, ഞാൻ തുടങ്ങട്ടെ. ആ താങ്ക് യു. ആ ചെയ്യാം. ഫിനിഷ്. താങ്ക് യു. ആ ആയിക്കോട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, തുടങ്ങാമെന്ന് പറയുന്നത് ഞാൻ തുടങ്ങാൻ പോവാണ്. സത്യത്തിൽ വളരെ ദുർഘടം പിടിച്ചൊരു പണിയാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം എന്നോട് ഇവരെ
പയ്യന്നൂർ മുരളിയും അങ്ങനെ ഈ നടന സഭയുടെ ആൾക്കാരെന്നോട് പ്രേമേന്ദ്രനെ പറ്റി ഒരു അനുസ്മരണം നടത്തണം. അവരൊരു പരമ്പര നടത്തുകയാണ് ഈ കഴിഞ്ഞ മരിച്ചുപോയ നാടക പ്രതിഭകളെക്കുറിച്ച്. അതിൽ പ്രേമേന്ദ്രനെ പറ്റി വിടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനായാൽ അതിൽ വളരെ പേഴ്സണലായിട്ടില്ല, ഞാൻ കൂടും, അത് പ്രശ്നമാണ്. അതുകൊണ്ട് വേറെ ഞാൻ പലരുടെ പേര് പറഞ്ഞു, മറ്റേ എന്താണ് പലരെയും നാടകത്തിൻ്റെ ഇപ്പോഴും നാടകത്തിൽ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരെ സുദേവനടക്കം പലരെയും പറഞ്ഞു. പക്ഷെ പലരെയും സംഘടിപ്പിച്ചിട്ട് അവർക്കൊന്നും അവർ നാടകം കണ്ടവർ തന്നെ കുറവാണ്. ഇയാൾ വ്യക്തിപരമായിട്ട് അറിയുന്നവർ വളരെ വളരെ കുറവാണ്. അങ്ങനെ അവസാനം പന്ത് തട്ടി എൻ്റെ അടുത്ത് തന്നെ വന്നു. അവസാനം ഞാൻ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. എനിക്കത് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, ഞാൻ ഏറ്റവും അടുത്തറിഞ്ഞ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഇപ്പോഴുള്ള 5-6 പേരേ ഉള്ളൂ. ഈ 5-6 പേരിൽ 5-6 ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ആദ്യം വന്ന സുഹൃത്ത് ഇയാളാണ്. ഏറ്റവും ആദ്യം വന്ന സുഹൃത്ത് ഇയാളാണ്. ഏറ്റവും ആദ്യം പോയ സുഹൃത്ത് ഇയാളാണ്. ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്, ഇയാൾ പോയി. ഈ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരനാണ്, എൻ്റെ ഏട്ടനാണ്, മൂത്ത സഹോദരനാണ്. ഞങ്ങൾ 1 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ആ 1 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്നുള്ളത് തന്നെ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ ഏട്ടൻ അനിയൻ എന്നുള്ളതിനേക്കാളധികം വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ. പക്ഷെ കുട്ടിക്കാലം വളരെ വിചിത്രമായി. ഞങ്ങൾ രണ്ട് രീതി ഇതിൽ കുറേ ഞാൻ വരുന്നത് ക്ഷമിക്കണം. കാരണം അയാളെ എന്നിൽ നിന്ന് മാറ്റിയിട്ട് അയാളെ പറ്റി പറയാനോ അയാളിൽ നിന്ന് മാറിയിട്ട് എനിക്ക് എന്തെങ്കിലും സംസാരിക്കാനോ പറ്റില്ല. അത് വളരെ വ്യക്തിപരവും ഒക്കെയാണ്, അതുകൊണ്ടാണ് പറയണേ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുട്ടിക്കാലം 2 വ്യത്യസ്തമായ രീതിയിലാണ് പോയത്. അയാൾ എൻ്റെ അമ്മയും അച്ഛൻ വിധവാവിവാഹം ചെയ്തതാണ് എന്നെല്ലാവർക്കും അറിയായിരിക്കും. ആ അമ്മയുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ അനിയൻ തൃശ്ശൂർ പരിയാരത്ത് ചാലക്കുടി അടുത്ത പരിയാരത്താണ് അവരുടെ വീട്. അവിടെയാണ് ഇയാളുടെ കുട്ടിക്കാലം കഴിച്ചു കൂട്ടിയത്. അവർക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് അമ്മ ഇയാൾ ദാനം ചെയ്ത പോലെ അമ്മ അവർക്ക് കൊടുത്ത പോലെയാണ്. ഞാൻ തൃശ്ശൂർ പൂങ്കുന്നത്ത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഞാനും. ഇത് വലിയ വ്യത്യാസമുണ്ട്. ഇത് അങ്ങനെ പറഞ്ഞ് 2 വീട് 2 സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഈ പരിയാരം ചാലക്കുടി പ്രേമേന്ദ്രൻ കുട്ടിക്കാലം ചെലവഴിച്ച സ്ഥലത്ത് വളരെ സമ്പന്നമായിരുന്നു. ഒരുപാട് പാടങ്ങൾ. 60 കൊല്ലം മുമ്പ് 65 കൊല്ലം മുമ്പ് കാറൊക്കെ ഉണ്ടായിരുന്ന ഒരു വീടത്. സ്വന്തമായിട്ട് കാറൊക്കെ ഉള്ള ഒരു വീടായിരുന്നത്. പിന്നെ പാടങ്ങൾ, കൊയ്ത്ത്, വലിയ വലിയ സമ്പന്നമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഇയാൾ സ്കൂളിൽ പോകുമ്പോൾ തന്നെ ഇയാൾക്ക് എന്താ വെച്ചാൽ ഇയാളെ ഈ സമ്പന്നമായ വീട്ടിലെ കുട്ടി എന്നുള്ള നിലയ്ക്ക് ഇയാൾ പഠിച്ചുവല്ലേ ഒന്നും ആരും നോക്കാറില്ല, മാഷ്മാർ നോക്കില്ല. ഇയാളെ എല്ലാ കൊല്ലവും പാസ്സാക്കും. ഞാൻ എൻ്റെ തൃശ്ശൂർ വീടെന്ന് പറഞ്ഞാൽ ദരിദ്രമായിരുന്നു. അച്ഛന് വളരെ ചെറിയ ശമ്പളമേ ഉള്ളൂ. ആ ശമ്പളം കൊണ്ട് ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. അപ്പോൾ അയാൾ സമ്പന്നമായിട്ടൊരു സ്ഥലത്ത് ജീവിക്കുന്നു, ഞാൻ ദരിദ്രമായ സ്ഥലത്ത് ജീവിക്കുന്നു, വളരുന്നു. പക്ഷെ ഞാൻ വളർന്ന സാഹചര്യത്തിൽ അവിടെ ദാരിദ്ര്യം ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ വളരെ വലിയ കാര്യങ്ങളുണ്ടായിരുന്നു. അവിടെ നാടകം റിഹേഴ്സൽ, ഇപ്പോൾ ചെറുകാടിൻ്റെ നമ്മളൊന്ന് നാടകത്തിൻ്റെ റിഹേഴ്സൽ നടന്നിരുന്നത് എൻ്റെ വീട്ടിലാണ്. അതിൽ അഭിനയിച്ചിരുന്നത് PJ ആൻ്റണിയാണ്, MS സമ്പൂരിയാണ്, പരിയാനം പറ്റിയാണ്, എൻ്റെ അച്ഛനാണ്, പ്രേംജിയാണ്. അതിൽ അഭിനയിച്ചിരുന്ന പലരിൽ ഒരാളാണ് ബാബുരാജ്. ഇപ്പം നമ്മൾ ബാബുക്ക എന്ന് എല്ലാവരും പറയുമ്പോൾ എനിക്ക് തമാശ വന്നാറുണ്ട്. ബാബുരാജ് അവിടെ ഇരുന്ന് ഹാർമോണിയം വായിച്ച് അതിൻ്റെ മ്യൂസിക് ബാബുരാജിൻ്റെ, പച്ചപ്പനന്തത്തെ എന്നുള്ള പാട്ട് ബാബുരാജിൻ്റെയാണ്, അത് ഈ നാടകത്തിലാണ്. ബാബുരാജ് വായിച്ച ഹാർമോണിയം എൻ്റെ ആ തറവാട്ടിൽ ഇപ്പോഴും ഉണ്ട്. അത് അങ്ങനെ വളരെ സമ്പന്ന. കാലത്ത് രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് കണ്ണു തുടച്ച് പുറത്ത് വരുമ്പോൾ വരാന്തയിൽ PJ ആൻ്റണി അഭിനയിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വളരുന്നത്. ഇയാളവിടെ കാറും നെൽപ്പാടവും സമ്പന്നതയും സ്കൂളിൽ ആരും ചോദ്യം ചെയ്യാത്ത അവസ്ഥയായിട്ട് അയാൾ വളരുക. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ 2 വഴിയിലൂടെ ഞങ്ങൾ വളരുക. ഇയാൾ പരീക്ഷയിലൊക്കെ പാസ്സാവുന്നുണ്ട്, എല്ലാ സ്കൂളിൽ ക്ലാസ്സിലൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ വളരെ ബുദ്ധിമുട്ടി പഠിച്ച് ഞാനും പാസ്സാവുന്നുണ്ട്.
പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഈ ഏകാന്തത അവിടെ കൂടി വന്നിട്ട് അമ്മ എന്നെ അവിടെ കൊണ്ടാക്കി, പരിഹാരത്ത് കൊണ്ടാക്കി. ഏട്ടൻ്റെ കൂടെ പഠിക്കുക, ഏട്ടൻ്റെ കൂടെ ഇരിക്കുക. അന്ന് അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ വലിയ കൂട്ടുകാരായിരുന്നു. അന്ന് എനിക്ക് അമ്മയെ കാണാൻ ഞാൻ അവിടെ എനിക്ക് യാതൊരു സ്വസ്ഥതയില്ല. അപ്പം സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഞാൻ കരയൊക്കെ ചെയ്യും. അപ്പം ഇയാൾ പല യന്ത്രങ്ങളുണ്ടാക്കി തരും. ഈ പിന്നെ വെള്ളം ചാലില് വെള്ളം മഴ പെയ്ത് വെള്ളം പോകുമ്പോൾ അത് ഈ തിരിക്കുന്ന യന്ത്രം വടിയൊക്കെ വെച്ചിട്ട് എന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കുകയാണ്, മുള്ളുകള്ളിയുടെ ഇതൊക്കെ മുറിച്ചിട്ടൊക്കെ. അങ്ങനെ യന്ത്രത്തിൻ്റെ ഒരാളായിരുന്നു ആള്. കാറ് നേരെയാക്കുക, കാർ ഓടിക്കുക, ഇങ്ങനെയൊക്കെ ഇല്ലേ. ആ ചെറുപ്പത്തിൽ വളരെ ചെറിയ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ലൈസൻസ് എടുത്ത് കാർ ഓടിക്കാൻ തുടങ്ങി. എവിടെ കാറ് വീണാലും അതിൻ്റെ അടി കിടന്ന് ശരിയാക്കാൻ ആൾക്കറിയാം. എനിക്കിതൊന്നും അറിയില്ല. പക്ഷെ എൻ്റെ കൂടെ ഈ കലാകാരനും കലയും നാടകവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 8ാം ക്ലാസ്സിലായപ്പോൾ ഇയാൾ തോറ്റല്ല, ഇയാളുടെ പോക്ക് ശരിയല്ലാതെ കണ്ട് അമ്മ ഇയാളെ ഞങ്ങളുടെ തൃശ്ശൂരിൽ കൊണ്ടുവന്നു. എൻ്റെ വീട്ടിൽ ഞാൻ ഇയാൾ ഒന്നിച്ച് തൃശ്ശൂർ വിവേകോദയ ബോയ്സ് സ്കൂളിൽ പഠിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഒന്നിച്ച് പഠിക്കാൻ തുടങ്ങി. ഈ ഒന്നിച്ച് പഠിക്കാൻ തുടങ്ങുന്ന കാലത്ത് ഞങ്ങൾ വളരെ വ്യത്യസ്തമായ വഴികളിലായിരുന്നു. ഞങ്ങൾ വലിയ കൂട്ടുകാരായിരുന്നു. ആ കാലത്ത് ഞങ്ങളെ അച്ഛൻ പാട്ട് പഠിപ്പിച്ചിരുന്നു. ദേശമംഗലം പരമേശ്വര ഭാഗവതർ എന്ന് പറയുന്ന ഭാഗവതർ വീട്ടിൽ വന്ന് എല്ലാ വെള്ളിയാഴ്ചയും വരും. തിങ്കളാഴ്ച വരെ താമസിച്ച് ഞങ്ങളെ പാട്ട് പഠിപ്പിച്ചിരുന്നു. ഞാൻ പാട്ട് പഠിച്ചു, അയാൾ വീണ വായിക്കാൻ പഠിച്ചു. പക്ഷെ സ്കൂളിൽ പോകുമ്പോൾ ഇയാൾ പാട്ടോ വീണയോ ഒന്നും അയാൾ അതിനൊന്നും പറ്റില്ല, അയാളൊന്നും പങ്കെടുക്കില്ല. ഞാൻ പാട്ട് പാടും, ഞാൻ ലളിതഗാനം പാടും, ശാസ്ത്രീയ ഗാനം പാടും, എനിക്ക് സമ്മാനം കിട്ടും. ഞാൻ നൃത്തങ്ങളിൽ പങ്കെടുക്കും. പെൺവേഷം കെട്ടിയിട്ടുണ്ട് ഞാനന്ന്. അപ്പം ഏട്ടൻ പറയാത്, ഞാൻ പെണ്ണായാൽ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അത്ര അടുത്ത കൂട്ടുകാരായിരുന്നു. പക്ഷെ ഇയാൾ ഒന്നിനും ഞാൻ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു, ഇയാൾ ക്രിക്കറ്റ് കളിക്കില്ല. എന്തോ ഒരിക്കൽ കളിച്ചപ്പോൾ ഒരു പന്ത് ഇയാളുടെ മുഖത്തോട്ട് കൊണ്ടുപോയി. അതിനുശേഷം ഇയാൾ കളിയില്ല, ക്രിക്കറ്റും ഇല്ല. ഇങ്ങനെ ഇയാൾ എന്തോ വളരെ ബിജോണായിട്ട്, നമ്മൾ കൂട്ടുകാരാണ്, നമ്മൾ ഒന്നിച്ച് തന്നെ പോകുന്നത്, നമ്മൾ തമാശകളുണ്ട്, നമ്മുടെ യൗവനത്തിൻ്റെയും കൗമാരത്തിൻ്റെയും എല്ലാ കൗതുകങ്ങളും ഞങ്ങൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഒരു ഏറ്റവും അടുത്ത സുഹൃത്തിന് നിന്ന് കിട്ടാവുന്ന എല്ലാ അറിവുകളും എല്ലാ അനുഭവങ്ങളും അയാളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വളർന്ന് ഞാൻ അത് കഴിഞ്ഞ് കോളേജിൽ ചേർന്നു. ഇയാൾ കോളേജിലേക്ക് എത്താൻ പറ്റിയില്ല. SSLC കഴിഞ്ഞപ്പോൾ ഇയാളുടെ മാർക്കൊക്കെ വളരെ കുറവാണ്. ഇയാളെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അമ്മയ്ക്കും അച്ഛനും. ഇയാളൊന്നും പ്രകടിപ്പിക്കുന്നുമില്ല. പാട്ട് പാടുന്നില്ല, നാടകം കളിക്കുന്നില്ല. ഞങ്ങൾ നാടകം കളിക്കുകയൊക്കെ ചെയ്യും, ക്രിക്കറ്റ് കളിക്കുന്നില്ല. എന്താ ഇയാളെ ചെയ്യുക? അങ്ങനെ ഇയാളെ പാലക്കാട് സംഗീത കോളേജിൽ കൊണ്ട് ചേർത്തു, അവിടെ പാട്ട് പഠിക്കാൻ വേണ്ടി. കുറച്ചു കാലം അവിടെ പഠിച്ചു. അതിൻ്റെ ആൾ മടുത്ത് തിരിച്ചു വന്നു. അപ്പം ഇയാൾ ഈ മോട്ടോർ കാർ നേരെയാക്കലും അങ്ങനത്തെ ഇതുകളൊക്കെ കണ്ടിരുന്ന ഒരു കാര്യം ചെയ്യാം, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന് പഠിപ്പിക്കുക. എന്നിട്ട് മദ്രാസിൽ, ചെന്നൈയിൽ മദ്രാസ് ആണ് മദ്രാശി, അവിടെ ഏതൊരു ഓട്ടോമൊബൈൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർത്തു. ഞാനാണ് അയാളുടെ കൂടെ പോയതെന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഒരു ട്രെയിൻ യാത്ര നടത്തുക. എന്നിട്ട് അവിടെ പോയി അയാൾ അവിടെ ചേർത്ത്. ഞങ്ങളുടെ കൂടെ നിന്ന് പഠിച്ചിരുന്ന ജഗന്നാഥൻ എന്ന് പറയുന്ന ആൾ, ഒരു സ്വാമി, അയാളവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ധൈര്യത്തിൽ അയാളെ ഏൽപ്പിച്ച് ഞാൻ വന്നു. ഈ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ അവിടുന്ന് ചാടിപ്പോയി. ചാടിപ്പോയിട്ട് അയാൾ ബോംബെയിൽ പോയി. ബോംബെയിൽ പോയിട്ട് അവിടെ എന്തോ സിനിമക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അയാൾ ഏതൊരു സിനിമോട്ടോഗ്രാഫർ, ഒരു ക്യാമറാമാൻ്റെ അസിസ്റ്റൻ്റായി. അങ്ങനെ പട്ടിണിയൊക്കെ കടന്ന് തൊലഞ്ഞ് അവസാനം തിരിച്ചു വന്നു. അപ്പോഴേക്കും ഞാൻ BSc പാസ്സായി. വീട്ടിൽ നല്ല ദാരിദ്ര്യമുണ്ട്, എനിക്ക് പഠിക്കാൻ MSc സീറ്റ് കിട്ടിയാലും പഠിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ തൃശ്ശൂർ എക്സ്പ്രസ് പത്രത്തിൽ ഞാൻ പ്രൂഫ് റീഡറായി, ഞാൻ ജേർണലിസ്റ്റായി. എനിക്കന്ന് 75 രൂപ ശമ്പളം കിട്ടും. ഇയാൾക്ക് വരുമാനമൊന്നുമില്ല. ഇയാൾ പോയി പലതൊക്കെയും പോയി മടങ്ങി വന്ന ആളാണ്. അത് കഴിഞ്ഞ് ഇയാൾ നാടകമില്ല, പാട്ടുമില്ല, കാറുമില്ല. അന്ന് ഞങ്ങൾക്ക് കാറൊന്നുമില്ലല്ലോ, കാറുമില്ല, ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾ കുറേശ്ശെ ചെറിയ ചെറിയ നാടകങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇയാളും അന്ന് ഇയാളുടെ സുഹൃത്തായിരുന്ന TG രവിയും കൂടി, TG രവി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര നടനാണ്, രവിയും കൂടി ചില നാടകങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോൾ കുറേശ്ശെ ഇയാൾ നാടകത്തിലേക്ക് ഇങ്ങനെ താല്പര്യം കാണിച്ചപ്പോൾ അച്ഛൻ്റെ ഒരു നാടകം, അച്ഛൻ കൊടുങ്ങല്ലൂർ രാമവർമ്മയുടെ ഒരു നാടകം, അച്ഛൻ ഈ പഴയ അച്ഛൻ MS പെരിയാൻപറ്റ അവരൊക്കെ കൂടി അഭിനയിക്കുന്ന നാടകത്തിൽ ഇയാൾക്ക് റോള് കിട്ടും. അതെനിക്കെപ്പോഴും ഓർമ്മയുണ്ട്. അത്
ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താന്ന് തോന്നുന്നത്. അതെ, അല്ല, കോളേജ് കഴിഞ്ഞു, തൊട്ട് കഴിഞ്ഞ ഉടനെയാണ് തൃശ്ശൂർ നമ്പൂരി വിദ്യാലയത്തിൽ വെച്ചിട്ടാണ് നടന്നത്. അയാൾ ഗംഭീരമായിട്ട് അഭിനയിച്ചതല്ലേ, അത്ഭുതകരമായിട്ട്. അത് എല്ലാവരും അത്ഭുതപ്പെടുത്തിയോ, ഇയാൾക്ക് ഇതിനൊരു കഴിവുണ്ടല്ലോ, ഇയാൾ അഭിനയിക്കുമല്ലോ എന്നായി. അങ്ങനെ അയാൾ ഗംഭീരമായിട്ട് അഭിനയിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇയാൾ പിന്നെയും തൊഴിലൊന്നുമില്ല, നാടകമില്ല. അപ്പോൾ രവി റീട്രെഡിങ്, റബ്ബർ റീട്രെഡിങ് ആയിട്ട് കമ്പനി ഉണ്ട്, അതിൻ്റെ കൂടെ നിൽക്കും. അതിൽ ചില പണിയൊക്കെ അയാളെ രവിയെ സഹായിക്കും. ഇക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഗംഭീരമായ നാടക അവതരണം എന്ന് പറയുന്നത് പ്രേമേന്ദ്രനും ടി ജി രവിയും ജോസ് പായമലും പിന്നെ എന്ത് മോഹനാണ്, ഈ മനില മോഹൻ്റെ അച്ഛൻ, അവരൊക്കെ കൂടി അന്ന് തൃശ്ശൂർ പൂരത്തിന് എക്സിബിഷന് നാടകം കളിക്കും. തൃശ്ശൂർ പൂരം എക്സിബിഷൻ എന്നും വൈകുന്നേരം നാടകം ഉണ്ടാവും. പായമലിൻ്റെ നാടകം, തൃശ്ശൂർ രാധ, പായമലിൻ്റെ ഭാര്യ, ജോസ് പായമല്, പ്രേമേന്ദ്രൻ, ടി ജി രവി, ഇവരൊക്കെയാണ് അതിൽ അഭിനയിക്കുന്നത്. ഈ നാടകത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നാടകം എഴുതിയിട്ടൊന്നുമില്ല ആരും. ദിവസം വൈകുന്നേരം ഈ എക്സിബിഷൻ ഗ്രൗണ്ടിലെ ഈ സ്റ്റേജിൻ്റെ പിന്നിൽ ഇവരെല്ലാവരും ചേരും. പ്രേമേന്ദ്രൻ, ജോസ് പായമല്, തൃശ്ശൂർ രാധ, ടി ജി രവി, ഇവരെല്ലാം കൂടി ചേർന്നിട്ട് അവരൊരു കഥ പറഞ്ഞുണ്ടാക്കും. ഇതാണ് കഥ നാടകത്തിൻ്റെ. പിന്നെ ആ കഥയിൽ ഇന്നാൾ ഇന്ന കഥാപാത്രം, ഇയാൾ ഇന്ന കഥാപാത്രം, ഇയാൾ ഇന്ന കഥാപാത്രം, ഇയാൾ ഇന്ന കഥാപാത്രം, അങ്ങനെ കഥാപാത്രങ്ങളെ തീരുമാനിക്കും. ഡയലോഗൊന്നും അപ്പോഴും ഇല്ല കേട്ടോ. എന്നിട്ട് എല്ലാവരും സ്റ്റേജിൽ കയറും. സ്റ്റേജിൽ കയറി ഓരോ കഥാപാത്രവും അവനവന് ഉചിതമെന്ന് തോന്നുന്ന, കഥ എവിടേക്ക് പോകണമെന്ന് അറിയാം, കഥ എവിടെ അവസാനിക്കണമെന്ന് അറിയാം, അവനവന് ഉചിതമെന്ന് തോന്നുന്ന ഡയലോഗുകൾ പറയുകയും ഈ നാടകത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും നാടകത്തെ അവർ ആദ്യം നിശ്ചയിച്ച ആ പോയിന്റിൽ കൊണ്ട് നിർത്തുകയും ചെയ്യും. ഇതൊരു ഗംഭീരമായ പരിപാടിയായിരുന്നു. ഇത് ഞാൻ പിന്നീട് നാടകത്തെ പറ്റി ഒരുപാട് അന്വേഷിച്ചപ്പോൾ ഗ്രോട്ടോസ്കിയുടെ ദരിദ്ര നാടകവേദി, അയാൾ പറഞ്ഞ സ്ക്രിപ്റ്റ് വേണ്ട, ലൈറ്റിംഗ് വേണ്ട, മേക്കപ്പ് വേണ്ട, ഒന്നും വേണ്ട, ആകെ വേണ്ട നടൻ മാത്രമേ വേണ്ടൂ. അതുകൊണ്ട് ഈ നടന്മാർ മാത്രമായി സ്ക്രിപ്റ്റില്ലാതെ നാടകമില്ലാതെ നാടകം ഉണ്ടാക്കുന്ന അത്ഭുത വിദ്യ എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഗ്രോട്ടോസ്കി കണ്ടാൽ ശരിക്കും ഇവരെ കാൽക്കൽ വീഴുമായിരുന്നു. ഗ്രോട്ടോസ്കി സങ്കല്പിക്കുകയും ഗ്രോട്ടോസ്കി പ്രയോഗിക്കുകയും ചെയ്ത വിദ്യ ഇവിടെ തൃശ്ശൂര് പിന്നെ പൂരം എക്സിബിഷന്റെ ഗ്രൗണ്ടിൽ ഇതൊന്നും അറിയാതെ, ഇതൊന്നും വായിക്കാതെ, ഗ്രോട്ടോസ്കി ഇല്ല, ഒന്നുമില്ലാതെ ആൾക്കാർ കുറച്ച് പേര് കൂടി ഇങ്ങനെ നാടകം ഉണ്ടാക്കുന്ന അത്ഭുത വിദ്യ ഞാൻ കണ്ടിട്ടുണ്ട്, മാജിക് കണ്ടിട്ടുണ്ട്. ഇതോടുകൂടി ഇയാൾക്ക് തന്നെ തനിക്കിതാണ്, തൻ്റെ വഴി ഇതാണെന്നൊരു തോന്നലുണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അപ്പോഴയാൾ ഡിസിപ്ലിൻഡ് അല്ല. നാടകം അഭിനയിക്കാനൊക്കെ അറിയാം, നന്നായി അഭിനയിക്കുകയും ചെയ്യും, ഡയലോഗ് പെർസെൻറ്റേജിലൊക്കെ പെർഫെക്റ്റ് ആണ്. അന്ന് ഈ തൃശ്ശൂരിന് എക്സിബിഷൻ്റെ ഏറ്റവും വലിയ വരുമാനം തന്നെ ഇവരുടെ നാടകമായിരുന്നു. സന്ധ്യയ്ക്ക് ആ നാടകത്തിന് വേണ്ടി, നാടകം കാണാൻ വേണ്ടി എക്സിബിഷന് ടിക്കറ്റ് എടുക്കുന്നവർ ഒരുപാടായിരുന്നു അന്ന്. അപ്പം ഇയാൾക്ക് ഇതൊക്കെ ഉണ്ട്, പക്ഷേ ഇയാൾക്കൊരു ഡിസിപ്ലിൻഡ് അല്ല, ഇയാളൊരു ചിട്ടപ്പെടുത്തിയിട്ടില്ല. ഇയാളുടെ ഭാഗ്യത്തിന് അന്ന് ജി ശങ്കരപ്പിള്ള സാറ് തൃശ്ശൂർ നടക്കുന്ന നാടകക്കളരിയിലേക്ക് അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ മോൻ കുറച്ച് അഭിനയിക്കണമൊക്കെ ഉണ്ട്, ഇന്ന് സാറിൻ്റെ അടുത്തേക്ക് വിടുക എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ശുപാർശയമേൽ ശങ്കരപ്പിള്ള സാർ ഇയാളെ നാടകക്കളരിയിലെടുത്തു. അപ്പോൾ ശങ്കരപ്പിള്ള സാർ എൻ്റെയും ഗുരുനാഥനാണ്. പിന്നീട് ഞാൻ അന്നേ ശങ്കരപ്പിള്ള സാർ അന്ന് സംഗീത നാടക അക്കാദമിയിൽ വരുമ്പോൾ ഞാൻ പോയി കാണും ഒക്കെ ചെയ്യും. എനിക്കും നാടകത്തിൽ കമ്പുണ്ട്, ഞാൻ വായനയുണ്ട്. അപ്പോൾ ശങ്കരപ്പിള്ള സാറിൻ്റെ ശിഷ്യനാണ് ഞാനും ഒരർത്ഥത്തിൽ. പക്ഷെ ഇയാളാണ് യഥാർത്ഥ ശിഷ്യൻ, ആദ്യത്തെ ശിഷ്യൻ. ഇയാൾ അവിടെ പോയി കളരിയിൽ പങ്കെടുത്തു. ഞാൻ ശങ്കരപ്പിള്ള സാറിൻ്റെ കളരിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് വേറെ പിന്നീട്. അങ്ങനെ അവിടെ അയാൾ പങ്കെടുത്ത് നാടകം ഇയാൾ പഠിക്കുന്നു. വേണുകുട്ടൻ നായർ, രാമാനുജൻ സാറ്, ശങ്കരപ്പിള്ള സാറ്, ഇവരൊക്കെയാണ്. പിന്നെ ഇടയ്ക്ക് നരേന്ദ്രപ്രസാദ് വരും. ഇങ്ങനെ ഇവരൊക്കെയാണ് ആ നാടകളരിയിലെ ഇവരെ നയിച്ചിരുന്ന ആൾക്കാർ. അവിടെ പ്രേമൻ പഠിക്കുകയും അതിൽ പങ്കെടുക്കുകയും 1-2 മാസം ഉണ്ടായിരുന്നത്. ഇതിനിടയ്ക്കാണ് ഇയാളെ പറ്റി കേട്ടിട്ട് കായംകുളത്ത് KPAC നിന്ന് തോപ്പിൽ വാസി വിളിക്കുക.
തോപ്പിൽ വാസി വിളിക്കുക വെച്ചാൽ അന്ന് ഇന്നത്തെ പോലെ മൊബൈലൊന്നുമില്ല. എങ്ങനെ വിളിച്ചതെന്ന് എനിക്കറിയില്ല. ഏതായാലും തോപ്പിൽ വാസി കായംകുളത്ത് എല്ലാം പറഞ്ഞു. ഈ നാടകക്കളരി കഴിയുന്നതിന് മുമ്പാണ്. അപ്പോൾ ഇയാൾക്ക് സംശയം, ഇപ്പോൾ ശങ്കരപ്പിള്ള സാറ് പിണങ്ങുമോ? അച്ഛനോട് ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു എന്തായാലും ഞാൻ പോവുക, KPSC പോവുക, എന്നിട്ട് അവിടെ പോയിട്ട് വരിക, എന്താ വിശേഷം എന്നറിയാലോ. അപ്പം KPSCയിൽ പോയി തോപ്പിൽ ബാസിയുടെ മുമ്പിൽ ഇയാൾ ബാസി പറഞ്ഞ ഇതൊക്കെ അഭിനയിച്ച് കാണിച്ചു. ബാസി പറഞ്ഞു താൻ KPSCയിൽ ചേരുക. അപ്പം ഇങ്ങനെ പറഞ്ഞു എനിക്ക് നാടകക്കളരിയിൽ ഞാൻ ഒരു ഇടാൻ മറന്ന ഇഴ എന്ന് പറയുന്ന ശങ്കരപ്പിള്ള സാറിൻ്റെ നാടകമാണ് അന്ന് അവർ റിഹേഴ്സൽ ചെയ്തിരുന്നത്. അത് തീർക്കാണ്ട് വരാൻ പറ്റില്ല. അപ്പം ബാസി പറഞ്ഞു അത് നല്ലൊരു സ്വഭാവം, തൻ്റെ നടനല്ല താനെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അത് നന്നായി, താൻ പോയിട്ട് ശങ്കരപ്പിള്ള സാറിൻ്റെ നാടകം അവതരിപ്പിച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ വന്നതാണ്. ഇതിനിടയ്ക്ക് ശങ്കരപ്പിള്ള സാറ് ഭയങ്കര ടെൻഷനായി. എന്നെ കാണുമ്പോൾ ഒക്കെ പ്രേമൻ എവിടെയെന്ന് ചോദിക്കും. ഞാൻ എന്താ പറയുക, ഞാൻ ആകെ ടെൻഷൻ അടിച്ചു. എന്തായാലും ഇയാൾ വന്നു, ഇയാളെ നാടകത്തിന് റിഹേഴ്സൽ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഹി ആക്ടഡ് സോ വണ്ടർഫുള്ളി വെൽ, സോ ബ്രില്യൻ്റ്ലി. ശങ്കരപ്പിള്ള സാർ പോലും പ്രതീക്ഷിച്ചേക്കാളധികം, കാരണം അയാൾക്ക് അന്ന് അപ്പോൾ ഭയങ്കര ആത്മവിശ്വാസമുണ്ട്. ഇത് കഴിഞ്ഞാൽ KPSCയിലേക്ക് പോവുകയാണ്. അന്ന് കേരളത്തിലെ ഒരു നമ്മുടെ നാടകവേദി എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ നാടകവേദി മാത്രമേ ഉള്ളൂ. ആ പ്രൊഫഷണൽ നാടകവേദിയിലെ ഏറ്റവും ഉന്നതമായ സ്ഥാപനത്തിലേക്കാണ് ഇയാൾ പോകുന്നത്. ആ ധൈര്യമുണ്ട് അയാൾക്ക്, നല്ല ആത്മവിശ്വാസമുണ്ട്. ആൻഡ് ഹി ഡിഡ് സോ വണ്ടർഫുള്ളി വെൽ. ഞാൻ നാടകം കണ്ടിട്ടുണ്ട്. വളരെ പ്രായമായ ഒരു മനുഷ്യനായിട്ട്, ഒരു വൃദ്ധനായിട്ട് അയാൾ ഗംഭീരമായിട്ട് അഭിനയിച്ചു. ശങ്കരപ്പിള്ള സാർ അയാൾ അനുഗ്രഹിക്കുന്നത് ഞാൻ കണ്ടു. അച്ഛനയാൾ അനുഗ്രഹിച്ചിട്ടില്ല. അച്ഛൻ ഞങ്ങൾ ആരെയും അനുഗ്രഹിച്ചിട്ടില്ല, എഴുത്തിലോ എന്തിനും. അച്ഛനൊക്കെ നോക്കി മാറി നിൽക്കുക എന്നല്ലേ. ശങ്കരപ്പിള്ള സാർ നാടകം കഴിഞ്ഞപ്പോൾ പ്രേമങ്ങോട് വരൂ എന്ന് പറഞ്ഞു. സാറങ്ങനെ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ആളൊന്നുമില്ല. സാറ് കെട്ടിപ്പിടിച്ചു. പിയാൾപേട്ടനൊക്കെ സാറിൻ്റെ കാൽക്കിൽ വീണു. അപ്പോൾ സാറ് തലയിൽ കൈവച്ചു. അന്ന് ഒരു നടന് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അംഗീകാരം എന്ന് ഞാൻ പറയില്ല, അനുഗ്രഹമാണത്. ഇയാളുടെ കണ്ണൊക്കെ നിറഞ്ഞു, സാറിൻ്റെയും കണ്ണൊക്കെ നിറഞ്ഞു. പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇയാൾ പോയി KPSCയിൽ ചേർന്നു. ഇപ്പം നമ്മൾ ജോർജേട്ടൻ്റെ KG ജോർജിൻ്റെ യവനിക എന്നുള്ള നാടകം കാണുമ്പോൾ നമ്മളെ നാടക സംഘങ്ങളുടെ നാടക സംഘത്തിലെ ആൾക്കാരും അവരുടെ ജീവിതമൊക്കെ കുറേയൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ അതൊന്നും മാത്രമല്ല. ഇനി ഞാൻ പ്രേമൻ എന്ന് പറഞ്ഞ നടനിലേക്കും അയാളുടെ നാടകാനുഭവങ്ങളിലേക്കുമാണ് വരുന്നത്. അന്ന് KPSCയിൽ അഭിനയിക്കുമ്പോൾ ഒരു നാടകം, ഒരു അരങ്ങിന് ഒരു നടന് കിട്ടിയിരുന്നത് 75 രൂപയാണ്. 75 രൂപ. അത് കേരളം മുഴുവനുണ്ട്, ദിവസമുണ്ട്. ചിലപ്പോൾ ചില ദിവസം 2 നാടകം ഉണ്ടാവും. വൈകുന്നേരം ഒരു നാടകം, രാത്രി ഉത്സവപ്പറമ്പിൽ വേറെ നാടകം, 2 നാടകം വരെ ഉണ്ട്. അത് കേരളം മുഴുവൻ അങ്ങനെ കറങ്ങുകയാണ്. അവരുടെ KPSCയുടെ വാനിൽ, അത് ട്രെയിനിലോ ഫ്ലൈറ്റിലോ ഒന്നും അല്ല കേട്ടോ, അവരെ വാനിൽ കയറി ഇരുന്ന് കേരളം മുഴുവൻ കറങ്ങി നാടകം കളിക്കുക. 75 രൂപയാണ് ഒരു നാടകത്തിന് കിട്ടുന്നത്. അപ്പോൾ ഈ പോയി കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ലോഡ്ജിൻ്റെ വാടക അവിടെ കൊടുക്കും. വണ്ടിക്കൂലി പിന്നെ ഇവരെ വാനായതുകൊണ്ട് അത് ചിലവില്ല. പക്ഷെ ഭക്ഷണത്തിൻ്റെ കാശ് ഇവരെടുക്കണം. സിഗരറ്റ് ബീഡി അതിൻ്റെ കാശ് വേണം, ചായയുടെ കാശ് വേണം. ഇതിനൊക്കെ കൂടി 75 രൂപയേ ഉള്ളൂ. ഈ 75 രൂപയേ ഉള്ളൂ എന്ന് മാത്രമല്ല, എല്ലാ 5-ാം കളി എന്ന് അവർ പറയും. 5-ാമത്തെ നാടകത്തിൻ്റെ അരങ്ങിൽ ഇതിന് പ്രതിഫലം ഇല്ല. 4 നാടകം കഴിഞ്ഞാൽ 4 നാടകത്തിന് 75 രൂപ വീതം കൊടുക്കും. 5-ാമത്തെ നാടകത്തിന് പ്രതിഫലം ഇല്ല. അപ്പോൾ ആ 5-ാമത്തെ നാടകം ഫ്രീ ആയിട്ട് ഒരു കളിക്കണം ഈ നടന്മാർ. എല്ലാ ചെലവും അവരെ തന്നെ സ്വയം വഹിക്കണം. ഇതായിരുന്നു അന്നത്തെ ഈ നാടക സംഘത്തിൻ്റെ ഇത്. ഇതുകൊണ്ട് അയാൾക്ക് പല ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ഒന്ന്, കേരളം മുഴുവൻ അയാൾക്കറിയാം. ഞാൻ അയാളുടെ കൂടെ, അത് ഞാൻ പിന്നെ പറയാം, അയാളുടെ കാറിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും നല്ല ചായ കാലത്ത് എവിടെയാണ് കിട്ടുക, ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റ് എവിടെയാണ് കിട്ടുക, നോൺ എവിടെ കിട്ടുക,
എന്താ അല്ലാത്ത എവിടെ കിട്ടുക? വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റ് എവിടെ കിട്ടുക? ഏറ്റവും നല്ല ചോറ് എവിടെ കിട്ടുക? ഏറ്റവും നല്ല റൂം എവിടെ കിട്ടുക? ഇത് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കന്യാകുമാരി മുതൽ അങ്ങേയറ്റം കാസർഗോഡ് വരെ ഇയാൾക്കറിയാം. ഓരോ സ്ഥലത്ത് ഓരോ റോഡിലും ഉള്ള ചായക്കടകൾ വരെ ഇയാൾക്കറിയാം. അങ്ങനെ കേരളത്തെ ഇത്രയധികം അന്നത്തെ ആ നാടകക്കാർ മുഴുവൻ കേരളം മുഴുവൻ പര്യടനം നടത്തിയത്. അതിന് പുറമെ ഓൾ ഇന്ത്യ പര്യടനമുണ്ട്. അതും വാനിലാണ് കേട്ടോ. ഓൾ ഇന്ത്യ പറഞ്ഞ ഇവിടുത്തെ ബോംബെക്ക് വിമാനത്തിനൊന്നുമില്ല പോണേ. വാനിൽ കയറി, കായംകുളത്ത് വാനിൽ കയറി ബോംബെക്ക്, ഡൽഹിക്ക്, മദ്രാസിലേക്ക്, ഹൈദരാബാദിലേക്ക് അങ്ങനെ ഒരു കറക്കം കറങ്ങിയിട്ട് ഇങ്ങനെ വരും. അങ്ങനെ നടന്ന് നാടകം കളിച്ചിട്ടുണ്ട് വർഷങ്ങളോളം. ഇതിൽ എല്ലാ നാടകങ്ങളും ഞാൻ കണ്ടിട്ടുമുണ്ട്. ഇതിൽ ഇയാളൊരു ഭാഗ്യം എന്ന് പറയുന്നത് കേരളത്തിൽ അന്ന് അവൈലബിൾ ആയിട്ടുള്ള, ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച 3 നാടകകൃത്തുക്കളും നാടക സംവിധായകരുടെയും കൂടെ ഇയാൾക്ക് പണിയെടുക്കാൻ കഴിയുന്നു. അത് അപൂർവം പേർക്കേ പറ്റിയിട്ടുണ്ടാവുള്ളൂ. ആദ്യം തോപ്പിൽ ബാസി നിന്ന് തുടങ്ങി, പിന്നെ എൻ.എം. പിള്ളയിലേക്ക് എത്തി, എൻ.എം. പിള്ളയുടെ കൂടെ പിന്നെ കെ ടി മുഹമ്മദിനെത്തി. അന്ന് കേരളത്തിൽ അവൈലബിളായ, ലഭ്യമായ, ഉള്ള ഏറ്റവും മികച്ച നാടകകൃത്തുക്കളിൽ നിന്നും നാടകകൃത്തുക്കളുടെയും നാടക സംവിധായകരുടെയും കൂടെ പണിയെടുക്കാൻ ഇയാൾക്ക് കഴിഞ്ഞു. ഇത് വല്ലാത്ത അനുഭവമാണ്. അപൂർവം പേർക്ക് ഇത് കഴിഞ്ഞിട്ടുള്ളൂ. ഈ 3 പേരുടെ വീട്ടിലും വർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ അപൂർവം പേർക്കേ പറ്റൂ. അപ്പൊ അന്നത്തെ നാടകങ്ങൾ യന്ത്രം സുദർശനം, അതിന് അയാൾ തുടങ്ങിയതാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. മഞ്ഞും തരം, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, ഭഗവാൻ കാലുമാറുന്നു, സൂത്രധാരൻ, ഇതെല്ലാം കഴിഞ്ഞ് KPSC വിട്ടിട്ട് ഒഥല്ലോ. ഇതാണ് എൻ്റെ ഓർമ്മയിലുള്ള പ്രധാനപ്പെട്ട നാടകങ്ങൾ. ഇതിൽ തന്നെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള രണ്ടല്ല, ഇതിലെല്ലാം വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള റോൾസാണ് അയാൾ ചെയ്തത്. ഫിസിക്കലി ചലഞ്ചിങ് ആയിട്ടുള്ള 2 റോൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി. പ്രേമൻ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയില് പരമപിള്ളയെ അവതരിപ്പിക്കുമ്പോൾ ഈ പരമപിള്ളയെ കാമ്പിശ്ശേരി കരുണാകരൻ അവതരിപ്പിച്ച കണ്ട ആൾക്കാരുണ്ട്. ഈ പരമപിള്ളയെ സിനിമയിൽ സത്യൻ അവതരിപ്പിച്ച കണ്ട ആൾക്കാരും ഉണ്ട്. അപ്പൊ പ്രേമേന്ദ്രൻ പരമപിള്ളയെ അവതരിപ്പിക്കുക, പക്ഷെ പരമപിള്ളയെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ച കാമ്പിശ്ശേരി കരുണാകരന്റെ പരമപിള്ളയെ കണ്ടവരുണ്ട്. പരമപിള്ളയെ വളരെ ഗംഭീരമായി അവതരിപ്പിച്ച സിനിമയിൽ അവതരിപ്പിച്ച സത്യന്റെ പരമപിള്ളയെ കണ്ടവരുണ്ട്. ഇത് പെട്ടെന്ന് കാമ്പിശ്ശേരിയുടെ അത്ര എത്തിയില്ല, അല്ലെങ്കിൽ സത്യന്റെ അത്ര എത്തിയില്ല എന്ന ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ സാധ്യതയുള്ളതാണ്. കമ്പാരിസൺ ഭയങ്കര സാധ്യതയുള്ളതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഈ വക ഘട്ടങ്ങളിലൊക്കെ ഞാൻ വളരെ ഭീരുവും വളരെ ഭയത്തോടു കൂടി ഇയാളുടെ വളർച്ചയെ നോക്കി കണ്ടിട്ടുള്ള ആളാണ്. അപ്പൊ ഞാൻ ഇയാളോട് പറയല്ലോ, ഇതൊക്കെ ഉണ്ട്, കാമ്പിശ്ശേരി കാണിച്ചിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ കാമ്പിശ്ശേരി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞേ. സത്യനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, എന്ത് ഗംഭീരമായിട്ടുള്ള സത്യം ചെയ്തോട്ടെ. അപ്പൊ അയാൾ പറയും, താൻ പേടിക്കാതിരിക്കാം, ഞാൻ ചെയ്തോട്ടെ. ചിലപ്പോ കാമ്പിശ്ശേരി ജയിക്കും, ചിലപ്പോ സത്യം ജയിക്കും, ചിലപ്പോ ഞാൻ ജയിക്കും. ആരാ ജയിക്കാന്ന് ആർക്കറിയാം, കളിച്ചാലേ അറിയുള്ളൂ. നമുക്കൊന്ന് കളിച്ചു നോക്കാം, നാടകം കളിക്കാന്ന് പറയാ. അങ്ങനെ ഇയാൾ കളിച്ചു. ആരും തോറ്റില്ല, കാമ്പിശ്ശേരി തോറ്റില്ല, സത്യം തോറ്റില്ല, പക്ഷെ അയാൾ ജയിച്ചു. അതിഗംഭീരമായിട്ട് ആ പരമപിള്ള അവസാനം, ആ പരമപിള്ള കൊടി കയ്യിലെടുത്ത് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്നിടത്താണ് ഈ നാടകം അവസാനിക്കുന്നത്. ആ പരമപിള്ള അതിഗംഭീരമായിട്ട് ഇയാള് അവതരിപ്പിക്കുകയും എല്ലാവരും പ്രശംസ ഏറ്റുവാങ്ങുകയും ചെയ്തു. ഇതൊരു ചാലഞ്ചായിരുന്നു. വെച്ചാൽ തനിക്ക് മുൻഗാമികൾ ഉണ്ടായിരിക്കുക, അവരുടെ ഗംഭീരമായ അവതരണങ്ങൾ ഉണ്ടായിരിക്കുക, അതുമായി തന്റെ അവതരണത്തെ, തന്റെ അഭിനയത്തെ താരതമ്യം ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരിക്കുക, എന്നിട്ടും അത് ഏറ്റെടുക്കുക. ഈ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഏറ്റെടുത്തിട്ട് ആ സാധ്യതയെ മറികടക്കുക. ഇതൊരു ഗംഭീര സാധ്യത, ഇത് ഒരു ഗംഭീര എന്താ പറയാന് ഗംഭീര തൻ്റെടവും ഒക്കെയാണ്. ഇതൊന്ന്. രണ്ടാമത് ഈ ഭഗവാൻ കാലുമാറുന്നു എന്നുള്ള നാടകം, ഇതും അയാൾ അനുഭവിച്ച ഈ ഭഗവാൻ കാലുമാറുന്നു എന്നുള്ള നാടകം അവതരിപ്പിക്കുമ്പോൾ കണിയാപുരം രാമേന്ദ്രന്റെ നാടകമാണ് KPSC അവതരിപ്പിക്കുകയാണ്. അതിനെതിരെ ഹിന്ദുത്വ ശക്തികൾ ഭയങ്കരമായിട്ട് ഇളകുകയും നാടകത്തിനെ കല്ലെറിയുക,
നടന്മാരെ ആക്രമിക്കുക, KPSR വാൻ തകർക്കാൻ നോക്കുക, ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. എന്നിട്ട് ഇയാൾക്ക് പ്രത്യേക പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി ഗവൺമെന്റ്. 2 പോലീസുകാർ എന്നും ഇയാളുടെ കൂടെ ഉണ്ട്, വീട്ടിലുണ്ട് 2 പോലീസുകാർ. സന്ധ്യയ്ക്ക് നാടകം കളിക്കാൻ പോകുന്നത് ഈ 2 പോലീസുകാരുടെ അകമ്പടിയോടുകൂടി. നിങ്ങളൊന്നും ആലോചിക്കണം, നിങ്ങൾ നടന്മാരാരെങ്കിലും ഒന്ന് ആലോചിക്കണം. ഒരു നടൻ 2 പോലീസുകാരുടെ തോക്ക് പിടിച്ച 2 പോലീസുകാരുടെ അപ്പുറത്തപ്പുറത്ത് നിന്നിട്ട് ഇയാള് മേക്കപ്പ് റൂമിലേക്ക് കയറുന്ന ഒരു രംഗം നിങ്ങൾ ഓർക്കണം. എന്തായിരിക്കും ഇയാള് നാടകത്തിന് പോയ വീട്ടിൽ ഭയങ്കര ടെൻഷനാണ് മടങ്ങി വരുന്നവരെ. പോലീസൊക്കെ ഉണ്ട്, ശരിയാ. ഇത് ഭയങ്കരമായിട്ടുള്ള എന്നാ ഞാനില്ലേ, എനിക്ക് പറ്റില്ല ഇത് ഇങ്ങനെ പോലീസുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ പേടിച്ചിട്ടൊന്നും നാടകം അഭിനയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അയാൾ പിന്മാറിയില്ല. അതേ പറഞ്ഞു, ചാലഞ്ച് ആയിരുന്നത്. അയാൾ അഭിനയിക്കുകയും ഗംഭീരമായിട്ട് അഭിനയിക്കുകയും ചെയ്തു. അതിൽ ചാക്കുന്ന ഇയാള് ഈ ഭഗവാൻ ഇറങ്ങി വരുന്ന രംഗമൊക്കെ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. ഗംഭീരമായിരുന്നത്. കണിയാവൻ രാമേന്ദ്രൻ നാടകമാണ് ഇത്. അപ്പൊ ഞാൻ നേരത്തെ ദരിദ്ര നാടകവേദിയെ ഓർത്തു എന്ന് പറഞ്ഞ പോലെ ഇതൊരു നാട്യഗ്രഹത്തെ ഓർത്തു. എങ്ങനെയാ ഈ കൂത്തമ്പലം ഉണ്ടായത് അമ്പലങ്ങളില്? എന്തുകൊണ്ടാ ഈ കൂടിയാട്ടം കൂത്തമ്പലം നടത്തുന്നത്? ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് നാടകം കളിച്ചപ്പോ ബ്രഹ്മാവിന്റെ നിർദ്ദേശം അനുസരിച്ച് ഭരതന്റെ 100 മക്കളും കൂടിയാണ് ആദ്യം നാടകം കളിക്കുന്നത്. ആ നാടകം കളിച്ചപ്പോൾ അസുരന്മാര് കോപിച്ചു. ദേവന്മാര് ഏർപ്പാടാണ് ഈ നാടകം. പണ്ട് അസുരന്മാര് വന്നിട്ട് അവര് മാജിക് കാണിച്ചിട്ട്, അവര് കാണികൾക്കിടയിൽ ഇരുന്ന മാജിക് കാണിച്ചിട്ട് ഇവര് ഡയലോഗൊക്കെ മറക്കാൻ തുടങ്ങി നടന്മാര്. അങ്ങനെ നാടകം ആകെ കൊളായി. അപ്പോ ഇന്ദ്രൻ പറഞ്ഞു, എന്താ നീ നമ്മൾ ചെയ്യാ, നാടകം എന്തായില്ല. അപ്പൊ ഭരതമുനി പറഞ്ഞു, നമുക്ക് നാടകത്തിന് ഒരു അമ്പലം പണിയാം. അമ്പലം പണിതിട്ട് അതിനകത്ത് നാടകം കളിച്ചാൽ ഈ അസുരന്മാർക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അസുരന്മാർക്ക് അമ്പലത്തിനകത്ത് കടക്കാൻ പറ്റില്ല. അങ്ങനെ അസുരന്മാർക്ക് അമ്പലത്തിനകത്ത് കടക്കാൻ പറ്റാത്ത മട്ടിൽ ഒരു ക്ഷേത്രം പണിയുകയും അതിന് നാട്യഗ്രഹം, അല്ലെങ്കിൽ ഇപ്പൊ തൃശ്ശൂര് വടക്കുന്നാഥ ക്ഷേത്രത്തിലൊക്കെ ഉണ്ട്, നാട്യഗ്രഹമുണ്ട്. കൂത്തമ്പലം എന്നുള്ള അമ്പലമാണത്. അവിടെ നാടകം കളിക്കുക. ഇത് ഈ അമ്പലത്തിൽ പോവുകയും അമ്പലത്തിന്റെ കൂടെ നടക്കുകയും ചെയ്യുന്ന അന്ന് നാടകത്തിനെ ഓടിച്ച ആൾക്കാർക്ക് അറിയില്ല ഇത് കൂത്തമ്പലമാണ്. ഈ നടൻ എന്ന് പറഞ്ഞാൽ അയാള് പരിശുദ്ധനാണ്. അയാളെ അസുരന്മാർക്ക് മാത്രമേ ആക്രമിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നാട്യവേദി അരങ്ങെന്ന് പറഞ്ഞാൽ അസുരന്മാർക്ക് പ്രവേശനമില്ലാത്ത ഒരു വല്ലാത്ത വിശുദ്ധമാണ്. അതിനിടയ്ക്ക് ഒന്ന് കട്ടായി, സോറി കേട്ടോ. ഇതിന്റെ ലൈനിന്റെ കുഴപ്പമെന്ന് പറഞ്ഞു. കേൾക്കണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും. മുരളി കേൾക്കാണല്ലോ അല്ലേ? കേൾക്കണ്ടല്ലോ? ഓക്കെ. അപ്പോൾ അങ്ങനെ അത് ആർക്കും അറിയില്ല ഈ കാര്യം. ഹിന്ദുക്കളും ഭക്തന്മാരൊക്കെ ആണെങ്കിൽ നാടകം തന്നെ എത്ര പവിത്രമാണെന്നുള്ളത് അതിനെ തകർക്കാൻ ശ്രമിച്ച ആൾക്കാർക്കൊന്നും അറിയില്ലായിരുന്നു എന്ന ഇത് രാഷ്ട്രീയം പറയല്ല, സത്യം പറയാണ്, അനുഭവം പറയാണ്. ഒരു അനുഭവം കൂടി ഗംഭീരമായി നേരിടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, അതുപോലെ തന്നെ ഭഗവാൻ കാലുമായിരുന്നു. പിന്നെ ഇയാളുടെ നാടകം ഞാൻ കാണുമ്പോൾ ഞാൻ കേരളത്തിലെ ഏറ്റവും മികച്ച നടന്മാരുടെ അഭിനയം കണ്ടു. ഞാൻ പറഞ്ഞില്ലേ, PJ ആന്റണി അഭിനയിക്കുന്നു, പിന്നെ MS നമ്പൂരി അഭിനയിക്കുന്നു, പരിയാമറ്റ അഭിനയിക്കുന്നു, ബാബുരാജ് പാട്ട് പാടുകയും പാട്ട് മ്യൂസിക് കൊടുക്കുകയും ചെറിയ ശങ്കുണ്ണി എന്നുള്ള ചെറിയ റോൾ അഭിനയിക്കുകയും ചെയ്യുന്നു. അച്ഛൻ അഭിനയിക്കുന്നു. അപ്പൊ കണ്ടു വളർന്ന ആളാണ്. അപ്പൊ ഞാൻ നടന്മാരെ കുറെ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നടൻ എന്നുള്ള ആ നാട്യം എന്ന് പറഞ്ഞാൽ യാഗതുല്യാണെന്നാണ് ഭരതമുനി പറഞ്ഞത്. യാഗം കൊടുക്കലാണതേ, ദാനമാണ് നാട്യം എന്ന് പറഞ്ഞ. കൊടുക്കലാണ്, എടുക്കലല്ല. നമുക്ക് കുറച്ചേ ഉള്ളൂ, എടുക്കലാണ് അധികം. അത് പോട്ടെ. ഞാൻ കണ്ടെത്തിയതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് 2 തരം നടന്മാരുണ്ട്.
ചില നടന്മാർ പാസീവ് ആക്റ്റീവാണ്, ആക്റ്റീവ് ആക്ടേഴ്സ്. ഐ വിൽ കോൾ ദം ആക്റ്റീവ് ആക്ടേഴ്സ്. എക്സാമ്പിൾ PJ ആന്റണി, ഭരത് ഗോപി, ശ്രീധരൻ നായർ, മുരളി. ആക്റ്റീവല്ല. ഞാനിപ്പോൾ ക്ഷമിക്കുമെങ്കിൽ ഞാൻ പറയാം, പിന്നെ കുറച്ച് അത് ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുട്ടോ, ഞാൻ സോറി. കുറച്ചുകൂടെ മാക്ബത്തിൽ ത്രോൺ ഓഫ് ബ്ലഡിൽ അഭിനയിച്ച തോഷിറോ മിഫുൺ ഒരു ആക്റ്റീവ് ആക്ടറാണ്. അവർക്ക് അഭിനയം എന്ന് പറഞ്ഞാൽ വയലൻസ് ആണ്, സോർട്ട് ഓഫ് വയലൻസ്, അക്രമാസക്തമായ അഭിനയമാണ്. ആൻ്റണിക്കത്, ഗോപിചേട്ടനത്, കൊട്ടാരക്കര ശ്രീധരനായർക്കത്, മുരളിക്കത്. അതിൽപ്പെട്ട ആക്റ്റീവായിട്ടുള്ള വയലൻ്റ് ആയിട്ടുള്ള ഒരു നടനായിരുന്നു പ്രേമേന്ദ്രൻ. ഈ നടന്മാരുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, അവരെ എക്സ്ട്രീംസിൻ്റെ ആളാണ്. ഒരു സമയത്ത് വളരെ വയലൻ്റ് ആയിട്ടുള്ള വളരെ അഭിനയം കാഴ്ചവെക്കുകയും അതേ സമയത്ത് വളരെ പിൻവാങ്ങാനും അവർക്ക് കഴിയും. ആന്റണി ഫോർ എക്സാമ്പിൾ, പിന്നെ PJ ആന്റണി നിർമാല്യത്തിൽ വളരെ വയലൻ്റ് ആണ്. പക്ഷെ ആ ആന്റണി തന്നെയാണ് ഇരുട്ടിൻ്റെ ആത്മാവിൽ ഏറ്റവും ഒതുങ്ങി അഭിനയിക്കുന്നത്. നിർമാല്യത്തിൽ വയലൻ്റായിട്ട് അഭിനയിക്കുകയും ഇരുട്ടിൻ്റെ ആത്മാവിൽ അത് ഒതുക്കി ഉള്ളിലേക്ക് ഒതുക്കി അഭിനയിക്കുകയും ചെയ്തു. ഭരത് ഗോപി യവനികയിൽ വളരെ വയലൻ്റ് ആയിട്ടുള്ള, പിന്നെ തബലിസ്റ്റ് അയ്യപ്പൻ എന്ന് പറയുന്നത് വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരു അഭിനയമാണത്. അപൂർവമായ വയലൻസ്. നമ്മൾ ഇങ്ങനെ ഒരു തബലിസ്റ്റിനെ വേറെ കാണില്ല, അതിനു മുമ്പും ഇല്ല പിന്നെയില്ല, ഗോപിചേട്ടൻ്റെ പോലെ. അതേ ഗോപിയാണ് കൊടിയേറ്റത്തിൽ ശങ്കരകുട്ടിയെ വളരെ ഒതുക്കി അഭിനയിക്കുന്നത്. കൊട്ടാരക്കര ശ്രീധരൻ നായർ, ചെമ്മീനിലെ ചെമ്പൻകുഞ്ഞ് എന്ന് പറയുന്നത് വളരെ വയലൻ്റ് ആയിട്ടുള്ള കഥാപാത്രമാണ്. ഭ്രാന്താവുന്നതാണ് അവസാനം, കാച്ചിന് ദുരമൂത്ത് ഭ്രാന്താവുന്ന കഥാപാത്രമാണ്. പക്ഷെ അതേ കൊട്ടാരക്കരയാണ് അരനാഴിക നേരത്തിൽ മറ്റെന്താ കഥാപാത്രത്തിന് പേര് ഞാൻ മറന്നുപോയി, വളരെ ഒതുക്കി അഭിനയിക്കുന്നത്. ഇത് മുരളിക്കും കണ്ടിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് പാസീവായിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്. എൻ്റെ അച്ഛൻ ഒരു എക്സാമ്പിളാണ്. അച്ഛൻ വയലൻ്റ് ഒന്നല്ല. നെടുമുടി വേണുചേട്ടനും അതെ ഒരു എക്സാമ്പിളാണ്. അവർ പാസീവാണ്. അവരിങ്ങനെ വളരെ ശാന്തമായൊരു നദി ഒഴുകുന്ന പോലെ അക്കരയും തൊടൂല്ല, എക്സ്ട്രീംസ് ഒന്നുമില്ല, വളരെ ശാന്തമായി. ഇപ്പൊ പിറവിയിലെ ഒരാൾ അഭിനയിക്കാൻ തോന്നുമോ? ഇല്ല. പിറവിയിൽ അവിടെ ഉണ്ട് ഇയാള്, അത്രേ ഉള്ളൂ. നെടുമുടിയുടെ വേണുചേട്ടൻ്റെ പല റോളുകളും അഭിനയമാണെന്ന് തോന്നില്ല, അങ്ങനെ ശാന്തമായി പോകുന്ന ചില നടന്മാരുണ്ട്. ഇതിൽ വളരെ വയലൻ്റ് ആയിട്ടുള്ള നടനായിരുന്നു പ്രേമേന്ദ്രൻ, എൻ്റെ അനുഭവത്തിലുള്ളതാണ്. അപ്പം ഇതിൽ തന്നെ ഈ നടന്മാർക്ക് അവരുടെ ശരീരത്തിൻ്റെ ഒരു മാജിക് ഉണ്ട്. അത് ഞാൻ പ്രേമനിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് ഒഥല്ലോ അഭിനയിക്കുകയാണ്. PK വേണുകുട്ടൻ നായരാണ് എൻ്റെ സംവിധായകൻ. എൻ്റെ സാറാണ്. ഞാൻ പറഞ്ഞില്ലേ നാടകളരി പോകുന്നുണ്ട്. അപ്പോൾ വേണുകുട്ടൻ നായർ സാറും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സംവിധാനം വേണുകുട്ടൻ നായർ സാറാണ്. അപ്പം അന്ന് ഞാനാണെങ്കിൽ ഈ ലോറൻസ് ഒലിവിയറുടെ ഒഥല്ലോ ഒക്കെ കണ്ടിട്ടുണ്ട് സിനിമയിൽ. ലോറൻസ് ഒലിവിയർ എന്ന് പറഞ്ഞാൽ ഷേക്സ്പിയർ നാടകങ്ങളിൽ ഏറ്റവും മികച്ച നടനാണ് ലോറൻസ് ഒലിവിയർ. ഓൺ ആക്ടിങ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ആ ബുക്കൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന്. അയാളുടെ ഒഥല്ലോ ഒക്കെ കണ്ട ഭയങ്കര ധീരസേനാനിയാണ്. പ്രേമൻ മെലിഞ്ഞ് ഇങ്ങനെ ഇത്തിരി കൂനുള്ള മറ്റുള്ളൊരു മനുഷ്യനാണ്. അപ്പം ഞാൻ എന്നിട്ട് ഈ ലോറൻസ് ഒലിവിയറുടെ ചിത്രമൊക്കെ ഞാൻ പ്രേമനെ കാണിച്ചു കൊടുക്കുന്നത്, കണ്ടോ ഇത് അയാളുടെ സിനിമ കണ്ടിട്ടില്ല, ഇത് ലോറൻസ് ഒലിവിയർ കണ്ടോ, എന്തൊരു ഇതാണ് എനിക്ക് വേണ്ടത്. ഒഥല്ലോ നീഗ്രോ അല്ല, ഒഥല്ലോ നീഗ്രോ ആണ്, ഇതാണ് എനിക്ക് വേണ്ടത്. അതൊക്കെ നോക്കാം. ഇയാൾ അപ്പോഴും ഈസിയാ. ഞാൻ വേണുകുട്ടൻ നായർ സാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, സാറേ ഇയാൾ ഒഥല്ലോ എങ്ങനെ ശരിയാവും, ഇയാളുടെ ശരീരവും നമ്മൾ ലോറൻസ് ഒലിവിയർ താൻ വെറുതെ വേണ്ടാത്തതൊന്നും അന്വേഷിക്കേണ്ട, അതൊക്കെ എൻ്റെ ഉത്തരവാദിത്തമല്ലേ, ഞാൻ ചെയ്തോളാം കൊണ്ട് സാറ് എൻ്റെ ചീത്ത പറഞ്ഞു. അങ്ങനെ ഞാൻ പേടിച്ച് ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ ഈ നാടകം കാണാൻ പോയത്. ഒഥല്ലോ നാടകം കാണാൻ പോയി. ആദ്യത്തെ രംഗത്തിൽ ഒഥല്ലോ അല്ല പ്രധാനം, ഇയാഗോ ആണ്. ഇയാഗോനെ അവതരിപ്പിക്കുന്ന, ഞാൻ ആ നടൻ്റെ പേര് പറഞ്ഞു, തൃശ്ശൂരിലാണ്, നിങ്ങളുടെ സുഹൃത്തായിരുന്നു, കുറെ കാലമായിട്ട് ലിഷോയ്.
ലിഷോയാണ് ഇയാഗോനെ അവതരിപ്പിക്കുക. ലിഷോയ് വളരെ ആചാനബാഹുവായിട്ടുള്ള വളരെ ഇതായിട്ടുള്ള ഒരാളാണ്. അപ്പം ലിഷോയ് ഇങ്ങനെ ഇയാഗോയിട്ട് ഗംഭീരമായിട്ട് നിൽക്കുന്നു, ഇയാളിങ്ങനെ മെലിഞ്ഞ ഒതല്ലോ സ്വല്പം മുമ്പിലേക്ക് കൂനുണ്ട് അങ്ങനെ നിൽക്കുന്നു. പരവുപിള്ള ആയാൽ ഇയാൾക്ക് പറ്റുള്ളൂ, അല്ലാണ്ട് ഒതല്ലൊന്നും ആവാൻ ഇയാൾക്ക് പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് ഭയങ്കര ടെൻഷനായി ആദ്യത്തെ സീൻ കണ്ടപ്പോൾ. ഇത് പൊളിയും, ഇയാൾ കൊളാക്കും, വെറുതെ ഈ വേണ്ടാത്ത പണിക്ക് എന്തിനാ, ഞാൻ ആദ്യമേ പറഞ്ഞാണ് വേണ്ടാത്ത പണിക്ക് എന്തിനാ പോയി. അങ്ങനെ വേണുകുട്ടൻ നായർ സാറ് പറ്റാത്ത പണി അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ തോന്നി എനിക്ക്. രണ്ടാമത്തെ രംഗത്തിലാണ് ഒതല്ലോ, ശരിക്കും ഒതല്ലോ. ആൻഡ് ആക്ച്വലി യു വിൽ നോട്ട് ബിലീവ്, ആദ്യ രംഗത്ത് കണ്ട ഒതല്ലോ അല്ല രണ്ടാമത്തെ രംഗത്തിൽ. അയാളുടെ ശരീരമൊക്കെ വീർത്ത്, അയാൾ വലിയ ധീര യോദ്ധാവായി, സേനാനിയായി നിവർന്നു നിന്ന്. ഇതൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ മാഷേ, പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. അനുഭവിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അനുഭവിച്ച് മാത്രമേ മനസ്സിലാവുള്ളൂ. അത്ഭുതമാണത്, ആ മാറ്റം. ഈ മെലിഞ്ഞ ഒതല്ലോ എങ്ങനെ ഇത്രയും വലിയ ശക്തനായ ധീരനായ യോദ്ധാവായ ഒതല്ലോ ആയിട്ട് ഒരു സീനിൽ തെരച്ചില വീണത് പൊങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് മാറി എന്നുള്ളത് അത്ഭുതകരമാണ്. ഇത് ഇയാൾ സിനിമയിലും കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ പരിണയം എന്നുള്ള സിനിമ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. പരിണയത്തില് ഹരിഹരന്റെ MTയുടെ തിരക്കഥയും ഹരിഹരന്റെ സംവിധാനവും. അതിൽ ചെറിയൊരു റോളേ അയാൾക്കുള്ളൂ. ആ ചെറിയൊരു റോളില് അയാൾ വരുത്തുന്ന മാറ്റം, അതായത് ഒരു നടൻ കാവുങ്ങൽ ശങ്കരപ്പണിക്കനാണെന്ന് തോന്നുന്നു ആ നടൻ. അയാൾ ഭ്രഷ്ടായി, അയാൾ അരങ്ങത്ത് വേഷം കെട്ടി അഭിനയിക്കാൻ റെഡിയായി, വേഷമൊക്കെ കെട്ടി ചുട്ടിയൊക്കെ കുത്തി കിരീടം വെച്ച് ചെല്ലുകയാണ്. അപ്പോൾ തമ്പുരാൻ വിളിക്കണമെന്ന് പറയാം. തമ്പുരാൻ വിളിച്ചു, അതെ ഒരു കാര്യം കാവുങ്ങലേ, തനിക്ക് ബ്രസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ഓർക്കില്ല, അതുകൊണ്ട് ബ്രസ്റ്റ് ഉള്ള ആൾ ഈ അരങ്ങത്ത് വരുന്നത് ശരിയാവില്ല, നാട്ടുകാർ സമ്മതിക്കില്ല. എന്നിട്ട് അയാളുടെ സങ്കടം വരുന്നു. ഈ ചുട്ടി മുഴുവൻ പൊറച്ചെടുത്തിട്ട് അയാള് ചെറിക്ക് ഉറക്കുറക്ക് അട്ടഹസിച്ച് ആ അട്ടഹാസം വലിയ കരച്ചിലായിട്ട് നിലവിളിയായിട്ട് മാറും. ഇതിങ്ങനെ വലിച്ചെടുത്തിട്ട് ക്ലോസപ്പിലാ, ഇതിങ്ങനെ വലിച്ചെടുത്തിട്ട് അയാൾ ഉറക്ക അട്ടഹസിക്കും. ഈ അട്ടഹാസം പതുക്കെ 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 ഒരു വലിയ നിലവിളിയായി മാറും. ഈ ഒരു മാറ്റം ഉണ്ടല്ലോ, അട്ടഹാസങ്ങളെ നിലവിളിയാക്കാനും ഈ മാറ്റം ഇങ്ങനത്തെ നടന്മാർക്ക് പറ്റുന്നതാണ്. ഒതല്ലോ ആദ്യത്തെ മെലിഞ്ഞ ഒതല്ലോയിൽ നിന്ന് ധീരനായ ഒതല്ലോയിലേക്ക് മാറുന്ന പോലെ തന്നെയാണ് അട്ടഹാസത്തിൽ നിന്ന് നേരെ വിപരീതമായ നിലവിളിയിലേക്ക് പോകുന്നത്. എന്റെ നീലാകാശം എന്നുള്ള സിനിമ, അതാണ് അയാൾ ആദ്യം അഭിനയിക്കുന്ന സിനിമ. തോപ്പിൽ വാസിയുടെ സിനിമയാണ്. അതിൽ KPSC തന്നെയാണ്. അതിൽ ഇയാൾ ഭ്രാന്തനാണ്. ഈ ഭ്രാന്തനെ കുളിപ്പിച്ചു കൊണ്ടിരുന്ന രംഗമുണ്ട്. അത് പ്രേമനാഥെന്ന് പറയാൻ പറ്റില്ല, അത്ര മെലിഞ്ഞ് ഇങ്ങനെ ഒട്ടിയ ഒരു മനുഷ്യൻ. ഇങ്ങനെ ശരീരത്തെ ഇങ്ങനെ ഒതുക്കാനും ആ ശരീരത്തെ ഇങ്ങനെ വീർപ്പിക്കാനും കഴിയുന്ന ഒരു നടന്റെ ശരീരം കൊണ്ടുള്ള ഗംഭീരമായ അഭിനയം ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്. ഇതിൽ എൻ്റെ ഒരു സുഹൃത്തായുള്ള മോഹൻദാസ് പറയുന്നൊരു എക്സാമ്പിൾ ഉണ്ട്. ഇവര് KPSC മന്നന്തരം കളിക്കുക. മന്നന്തരം എന്ന് പറഞ്ഞാൽ NM പിള്ളയുടെ നാടകമാണ്. NM പിള്ള ആദ്യമായിട്ട് തൻ്റെ നാടകവേദിക്ക് അല്ലാതെ ഒരു നാടകം എഴുതുകയാണ് KPSCക്ക് വേണ്ടി. ആ നാടകത്തിൽ ശില്പിയായിട്ടാണ് ഇയാൾ അഭിനയിക്കുന്നത്. വളരെ അധ്വാനമുള്ള, ഇങ്ങനെ കല്ലുമ്മങ്ങനെ ശില്പി ഇങ്ങനെ കൊത്തി കൊത്തി നിൽക്കുന്ന ശില്പിയുടെ കാലൊക്കെ ചങ്ങലയല്ല, ചങ്ങലക്കിട്ടിരിക്കുകയാണ്. അടിമയാണ്, ശില്പിയാണ്, അടിമപ്പണി ചെയ്യുക, ശില്പിപ്പണി. ശില്പി എല്ലാ കലാകാരന്മാരും അടിമകളായിരുന്നു ഒരു കാലത്ത്. ഈ നാടകം കളിക്കുന്ന കാലത്ത് വളരെ ഗംഭീര, അയാൾക്ക് വളരെ ഗംഭീരമായിട്ട് അയാൾ ചെയ്തിട്ടുള്ള നാടകമാണ്. അത് ഡൽഹിയിൽ വെച്ചിട്ട് ഒരു സ്ക്രീനിങ് ഉണ്ടായി. അപ്പോൾ ഈ മോഹൻദാസിനെ വിളിച്ചിരുന്നു. മോഹൻദാസും ഞങ്ങളുടെ തന്നെ ഒരു സുഹൃത്തായിട്ട് സോമനും കൂടി നാടകം കാണാൻ പോയി. അപ്പോൾ നാടകം കാണാൻ ആദ്യം ഇയാളുടെ ഗ്രീൻ റൂമിൽ പോയി. ഗ്രീൻ റൂമിൽ പോയപ്പോൾ ഇയാളിങ്ങനെ മലന്ന് കിടക്കുക, ഒരു തോർത്തുമുണ്ടും ചുറ്റിയിട്ട്. ഭയങ്കര ഉറക്കത്തിൽ ബോധമില്ലായ ഉണ്ടെന്നാണ് തോന്നുന്നത്. കിടന്നുറങ്ങുക കൂർക്കം വലിച്ചിട്ട്. നാടകം തുടങ്ങുമ്പോൾ പിന്നെ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ആയിട്ടുള്ളൂ. അപ്പോൾ മോഹൻദാസ് പോയി വിളിച്ചു. താൻ വന്നോ? എന്നിട്ട് അവർക്ക് സീറ്റൊക്കെ കൊടുത്തു.
ഒരു കുറച്ചൊന്ന് ഇങ്ങനെ ആടി ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോകുന്നിട്ട് മേക്കപ്പ് ചെയ്ത് വന്നു. മേക്കപ്പ് കഴിഞ്ഞ് ഈ തിരശ്ശീല ഉന്തിയപ്പോൾ അരങ്ങത്ത് വരുന്ന പ്രേമനെ കണ്ടപ്പോൾ സോമൻ ചോദിച്ചു, ഇതവിടെ അന്ന് അപ്പോൾ കിടന്നിരുന്ന ആൾ തന്നെയാണോ ഇത്, അതോ വേറെ വല്ലവരും ആണോ? ഈ ഒരു മാറ്റം ഉണ്ടല്ലോ. ആ ഒരു ഇതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അട്ടഹാസത്തിൽ നിന്ന് നിലവിളിയിലേക്കുള്ള മാറുക എന്നുള്ള പോലെയുള്ള ഒരു മാറ്റം ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഭയങ്കര അന്ന് തന്നെ വേറെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ പിന്നെ മന്നന്തരത്തിലെ ശില്പി ഇങ്ങനെ വലിയ കനമുള്ള ചുറ്റിക എടുത്തിട്ട് ഇങ്ങനെ അടിക്കുകയാണ് ഉളി വെച്ചിട്ട്. ഇയാള് ഈ ഉളി ഇത്ര വലിയ ചുറ്റിക എടുത്ത് ഇങ്ങനെ അടിക്കുകയാണ്. അത് ത്രൂ ഔട്ട് വളരെ അധ്വാനമുള്ള ഒരു റോളാണ് അത്. അത് കഴിഞ്ഞ് നാടകം ഗംഭീരമായിരുന്നു. നാടകം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആണിയറെ പോയി ഇയാളെ കാണാൻ. ഇയാളെ മേക്കപ്പ് അഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അവിടെ ചുറ്റിക കിടക്കുന്നുണ്ട്. ഞാൻ വിളിച്ചത് ഭയങ്കര കനമുള്ള ചുറ്റികയാണ്. ഞാനത് എടുത്തപ്പോൾ കാർഡ്ബോർഡ് കൊണ്ടുള്ള ചുറ്റികയാണ്. ഇത് നടന്റെ ഒരു അഭിനയം കൊണ്ടാണ് ഈ കാർഡ്ബോർഡുള്ള ചുറ്റികയെ നല്ല ഇരുമ്പ് ചുറ്റികയാക്കി മാറ്റാൻ കഴിയുന്ന ഇതാണ് നടൻ അഭിനയം എന്ന് പറയുന്നത്. അതിലാണ് ഈ മാറ്റം. ഈ പൊട്ടിച്ചിരിയെ അട്ടഹാസത്തെ നിലവിളിയാക്കി മാറ്റുന്ന പോലെ കാർഡ്ബോർഡുള്ള ചുറ്റികയെ വലിയ ഇരുമ്പ് ചുറ്റികയാക്കി മാറ്റാനുള്ള കഴിവ്, ഇതാണ് നടന്റെ ഇതെന്ന് പറയുന്നത്. ഈ നാടകങ്ങളിലൊക്കെ ആയിട്ട് അയാൾക്ക് 3 തവണ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. മികച്ച നാടകങ്ങളിൽ അടുപ്പിച്ച് 3 തവണ. ആർക്കും കിട്ടിയിട്ടില്ല. ഇന്നുമില്ല അന്നുമില്ല. 3 തവണ അടുപ്പിച്ച് ഈ മന്നന്തരത്തിന് കിട്ടി. അങ്ങനെ 3 നാടകങ്ങൾക്ക് സ്റ്റേറ്റ് അവാർഡ് അയാൾക്ക് ഏറ്റവും മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് 3 തവണ കിട്ടി. കൂടിയാണ് എൻ്റെ ചെറിയ റോൾ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ എൻ്റെ കൂടെ അഭിനയിച്ചത് എനിക്ക് വലിയ ബഹുമാനമുള്ള നടനാണ്. ഒരിക്കൽ എന്താ ബസ്സിൽ, അന്ന് ഞാൻ വലിയ നടനമൊന്നുമല്ല, ഞാൻ ചെറിയ റോളൊക്കെ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ പ്രേമേന്ദ്രൻ അന്ന് വളരെ പ്രശസ്തനായ നടനാണ്. ബസ്സിൽ ട്രാൻസ്പോർട്ട് ബസ്സിൽ പോകുമ്പോൾ പ്രേമേന്ദ്രൻ കമ്പി പിടിച്ച് നിൽക്കണമെന്നുള്ളപ്പോൾ ഞാൻ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് മമ്മൂട്ടി പിന്നീട് നാനയിൽ എഴുതിയ ലേഖനം, ഒരു കുറിപ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഏതായാലും ഇയാൾക്ക് സിനിമയിലൊന്നും വേണ്ട പോലെ അഭിനയിക്കാൻ കഴിഞ്ഞില്ല. അതിലയാൾക്ക് വളരെ നിരാശയുണ്ടായിരുന്നു. പിന്നെ ഇയാൾ സീരിയലിൽ അഭിനയിക്കാൻ തുടങ്ങി. ഈ സീരിയലാണ് പിന്നെ അയാളെ രക്ഷിച്ചത്. സീരിയലിൽ അഭിനയിച്ചു തുടങ്ങിയോടുകൂടി ഇയാൾ വളരെ പ്രശസ്തനായ നടനായി മാറി. ഈ നാടകം കാണുന്നവർ വളരെ കുറവേ ഉള്ളൂ. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇയാൾ പണ്ട് പറയാറുണ്ട്, ഈ നാടകം കഴിഞ്ഞാൽ ഒരുപാട് ആരാധകരുണ്ടാവും. അവർ അത് കഴിഞ്ഞ് നമ്മൾ മേക്കപ്പ് ചെയ്ത് പുറത്തിറങ്ങിയാൽ ചോദിക്കുക, ഭക്ഷണം കഴിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭക്ഷണം കഴിക്കുന്ന കാശ് ഇവർ KPSCയുടെ കേരളം മുഴുവനുള്ള പര്യടനത്തിനിടയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള കാശ് ഇവർ കൊടുക്കണം. ഭക്ഷണം കഴിച്ചോ എന്ന് ആരും ചോദിക്കാറില്ല എന്നുള്ളൂ. പിന്നെ സ്മോള് വേണ്ടതെന്ന് ചോദിക്കും. സ്മോള് വേണ്ടതെന്ന് ചോദിക്കാൻ ആൾക്കാരുണ്ട്, അങ്ങനെ ആരാധകർ. അപ്പം അങ്ങനത്തെ നടൻ സീരിയലിലൂടെ വളരെ പ്രശസ്തനായി. അപ്പം MT 4 MT സീരിയലാക്കിയപ്പോൾ അതിൽ വല്യമ്മാവൻ്റെ റോള് പ്രേമേന്ദ്രനാണ് ചെയ്തത്. എത്ര ഗംഭീരമായിട്ട് ചെയ്തറിയോ. സീരിയലിൽ ഇയാൾ വളരെ പ്രശസ്തനായി. ഇയാൾ കല്യാണത്തിനോ വല്ല എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ ആൾക്കാർ കൂടാൻ തുടങ്ങി. അതുവരെ ഇയാൾ മൈൻഡ് ചെയ്തിട്ടില്ല. നടനായിരിക്കുന്ന ആളെ സിനിമയിൽ അല്ലെങ്കിൽ സീരിയലിൽ അഭിനയിക്കാൻ്റെ ആരും നിങ്ങളെ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടൊന്നും ആരും നിങ്ങൾ പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, സ്മോള് വേണമെന്ന് ചോദിക്കാൻ ആളുണ്ടോ, അല്ലാണ്ട് വേറെ. അങ്ങനെയാണ് വളരെ പ്രശസ്തനായി. എനിക്കന്ന് ഓർമ്മയുണ്ട് ഈ സീരിയലിൽ അഭിനയിക്കുന്ന കാലം. ഒരു ഓണത്തിന് ഞാൻ തിരുവനന്തപുരത്താണ്, അന്ന് ഞാൻ ഏഷ്യാനെറ്റിലാണ്. അപ്പോൾ ഓണത്തിന് ഞങ്ങൾ തൃശ്ശൂർ, ഞാനും കുടുംബവും തൃശ്ശൂർക്ക് പോകും. രാത്രി വണ്ടിക്കാണ് ഞങ്ങൾ പോവുക ഒരു ഓണത്തിന്. അപ്പം ഞാൻ വളരെ തിരക്കുള്ള ടെലിവിഷൻ ജേർണലിസ്റ്റ് ആയിരുന്നു. ഞാൻ 9 മണിക്കുള്ള വണ്ടിക്ക് ഞാൻ 8:30 വീട്ടിൽ വന്ന് ഇവരെയൊക്കെ കൂട്ടി, ഓഫീസ് വണ്ടി ഉണ്ടാവും, ഓഫീസ് വണ്ടിയിൽ തന്നെ സ്റ്റേഷനിലേക്ക് പോവുകയാവും. സമയം ഉണ്ടാവില്ല. പിള്ളേരൊക്കെ ചീത്ത പറഞ്ഞ് ഒക്കെ ഒരുക്കിയൊക്കെ അങ്ങനെ പോവുക. അങ്ങനെ പോകുമ്പോൾ ഞാൻ ആ പാളയത്തെത്തിയപ്പോൾ, ഞാൻ മുമ്പിലിരിക്കുക, പാളയത്തെത്തിയപ്പോൾ അവിടെ റോഡിൽ ക്യാമറയൊക്കെ വെച്ചിട്ട്, ഇപ്പോൾ ക്യാമറ കാണുമ്പോൾ എനിക്കൊരു ഇതുണ്ട്, ഞാൻ ടെലിവിഷനിലായതുകൊണ്ട് ക്യാമറയൊക്കെ വെച്ച് എന്തോ ലൈറ്റൊക്കെ വെച്ച് ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 മിനിറ്റ് നിൽക്കാൻ പറഞ്ഞത്, എന്താ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്.
ഞാൻ പോയി നോക്കിയപ്പോഴേ ഓണത്തിൻ്റെ തലേദിവസമാണേ. ഞാൻ ഓണം ഉണ്ണാൻ പോകുമ്പോൾ എൻ്റെ ഏട്ടൻ തെരുവിൻ്റെ ഓരത്ത് അഭിനയിക്കുക. ഞാൻ ഉണ്ണാൻ പോവാ ഓണം ആഘോഷമായിട്ട്. ഇയാൾ തെരുവിൻ്റെ ഓരത്ത് അഭിനയിക്കുക. സീരിയലാ. അത് നല്ല പൈസ കിട്ടിയിരുന്നു. സീരിയലിൽ ഒരു ദിവസത്തിന് 5000 രൂപ ഒക്കെ കിട്ടിയിരുന്നു എന്ന് അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അയാൾ വളരെ പ്രശസ്തനായി, അയാൾ അറിയപ്പെടുന്ന ഒരാളായി, കാശുകാരനായി. എവിടെയാളാ കൂടെ ആളുണ്ടാവും? അയാൾ കാറ് വാങ്ങി സ്വന്തമായിട്ട്. കാറ് വാങ്ങി, എനിക്കിപ്പോഴും ഓർമ്മയില്ല. കാറ് വാങ്ങിയിട്ട് എന്നെ വിളിച്ചു, എടോ ഈ കാറിൽ ആദ്യത്തെ യാത്ര തൻ്റെ കൂടെയാ. പക്ഷെ ഞാനും അയാളും കൂടി പെരിന്തമണ്ണ അവിടെ എങ്ങാണ്ടൊക്കെ കറങ്ങി. ഞാൻ മുമ്പിലിരിക്കുന്ന ഇയാൾ ഇരിക്കുന്നുണ്ട്. അവിടെ കണ്ട ഇന്ന ഹോട്ടലിൽ പോയി, അവിടെ നല്ല ചായ കിട്ടും. രാവിലെ വെളുപ്പിന് നമ്മൾ പുറപ്പെട്ടു. വെറുതെ അവിടെ കറങ്ങി ഇവിടെ കറങ്ങി. മടങ്ങി വന്നു. അപ്പം ഇന്നതൊക്കെ നല്ല ചായ കിട്ടും, ഇന്നതൊക്കെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. അപ്പോഴേ ഇയാൾക്കറിയാം, എനിക്ക് മനസ്സിലായത് ഇയാൾ ഇങ്ങനെ ഈ നാട്ടിലെ മുഴുവൻ ജീവിതവും എല്ലാം ഇയാൾക്ക് അറിയാവുന്ന ഒരാളാണ്. ഇയാൾ വഴികളെല്ലാം അറിയാം. കേരളത്തിലെ എല്ലാ വഴികളും ഇയാൾക്കറിയാം. നല്ല ഡ്രൈവറാണ്. എന്നുവെച്ചാൽ എൻ്റെ അനുഭവത്തിൽ നമ്മൾ കാറിലിരിക്കുമ്പോൾ നല്ല ഡ്രൈവറാണെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യലൊന്നുമില്ല, നമുക്ക് പേടിയൊന്നും ആവില്ല. യു വിൽ ഫീൽ സെക്യൂർ. ഇയാളുടെ കൂടെ ഇയാൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഭയങ്കര. അപ്പം അയാളൊരു കാര്യം പറയുന്നു, എന്നെ പഠിപ്പിക്കുകയും ചെയ്യും ഡ്രൈവിങ്ങിൻ്റെ പാഠങ്ങൾ. അതിൽ പറയുന്നത് മയിൽക്കുട്ടിയും പട്ടിക്കുട്ടിയും വേറെയാന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഡ്രൈവിങ്ങിൻ്റെ പ്രധാനം. മയിൽക്കുട്ടി റോഡിൻ്റെ ഇങ്ങോട്ട് ചാടില്ല. പട്ടിക്കുട്ടി കണ്ടാൽ നമ്മൾ അത് ചാടാൻ സാധ്യതയുണ്ട്. അതിന് മുൻകരുതൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഡ്രൈവിങ്. അതൊരു കണക്കടവും, ഇത് മാത്തമാറ്റിക്സാ എന്നാണ് പറയും. പട്ടിക്കുട്ടി ചാടും, മയിൽക്കുട്ടി ചാടില്ല എന്നയാൾ പറയും. അങ്ങനെ ഞങ്ങളൊരു യാത്രയുണ്ട്, കാർ യാത്രയുണ്ട്. അയാൾ വളരെ സമ്പന്നനായി. ഇവിടെ തിരുവനന്തപുരത്ത് വല്ല ഷൂട്ടിങ്ങിനൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് ഉപഹാരങ്ങളുമായി. എൻ്റെ മക്കൾക്ക് ഞാൻ വാങ്ങിക്കൊടുത്തധികം ഉടുപ്പുകളും കളിപ്പാട്ടങ്ങളും മധുരപലഹാരങ്ങളും ഒക്കെ ആയിട്ട് വരും. അപ്പം എനിക്കും വലിയ സന്തോഷമായി. എന്തായാലും ഇങ്ങനെ എവിടെ എത്തില്ല എന്ന് വിചാരിച്ച ഒരു ആള് ഇപ്പോൾ സിനിമയിൽ തന്നെ നമ്മുടെ സുഹൃത്തുക്കളായ സിനിമക്കാര്, ഞാൻ്റെ പേരൊന്നും പറയുന്നില്ല, നമ്മളെ വളരെ അടുത്ത സുഹൃത്തുക്കളായ സിനിമക്കാർ വരെ ഇയാളെ വേണ്ടത്ര ഗൗനിച്ചിട്ടില്ല, മാനിച്ചിട്ടില്ല. അങ്ങനെയുള്ള കാലത്ത് ഇയാള് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഹരിഹരൻ്റെയൊക്കെ ചില സിനിമയിലൊക്കെ മാത്രമാണ് ഇയാൾ കുറച്ചൊക്കെ ചെറിയ റോളുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ചെറിയ റോളുകൾ അത് നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ, സംശയമൊന്നുമില്ല. അയാൾ വളരെ പ്രശസ്തനായിരിക്കുന്നു, അയാൾ സമ്പന്നനായിരിക്കുന്നു, സന്തുഷ്ടനായിരിക്കുന്നു. അയാൾ സ്വന്തം കാറൊക്കെ വാങ്ങി. കേരളം മുഴുവൻ അയാൾ അന്ന് ഷൂട്ടിങ്ങിന് സ്വന്തം കാറിലാണ് വരിക. അപ്പം ഞാൻ പറയും, എന്തിനും സ്വന്തം കാർ, അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല. അത് മറ്റേ ആൾ കാറിൽ വരുമ്പോൾ നമ്മൾ വണ്ടി കയറി ഓട്ടോയിലേക്ക് ചെന്നാലേ നമുക്ക് വില ഉണ്ടാവില്ല. ഇപ്പോൾ കിട്ടുന്ന 5000 രൂപ 2000 രൂപ കുറയും. ഇങ്ങനെ അതിൻ്റെ വിദ്യകളൊക്കെ പഠിച്ച് അതിൽ എങ്ങനെ പെരുമാറണം പഠിച്ച് അയാൾ നല്ല നിലയ്ക്ക് എത്തി. അതിനിടയ്ക്ക് പെട്ടെന്ന് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ഷൂട്ടിങ്ങിനിടയ്ക്ക് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ടൊരു അന്നൊരു സീരിയൽ കണ്ട് എപ്പോഴും ഉണ്ടാവും. ഞാൻ സീരിയൽ ഇപ്പോൾ കാണാറില്ല. പറയാൻ മരിച്ചതിന് ശേഷം ഞാൻ സീരിയൽ കണ്ടിട്ടില്ല, കാണാൻ വയ്യ. അങ്ങനെയുള്ള ചിലത് കാണാതിരിക്കുമ്പോഴോ കണ്ണടയ്ക്കണം. ചിലപ്പോൾ കൃഷ്ണകുമാർ എന്നെ വിളിച്ചു, ഇങ്ങനെ പ്രേമേട്ടന് സുഖമില്ല, ഇവിടെ സാന്ത്വന, ഇപ്പം ഞാൻ സാന്ത്വന ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അതിൽ അങ്ങനെയും പോകുമ്പോൾ ഒക്കെ ഈ ഓർമ്മ വരും. അയാളെ സാന്ത്വന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അയാൾക്ക് വെരിക്കോസ് വെയിൻ്റെ കുഴപ്പമാണ് ഉള്ളതെന്ന് പറഞ്ഞു. വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ
ഇതിലെ പോകുന്നൊരു വെയിനാണ്, ഒരു രക്തക്കുഴലാണ്. അത് പൊട്ടും. പൊട്ടിയിട്ട് അത് പ്രഷർ കൊണ്ട് ഉണ്ടാകുന്നത്. രാത്രി മുഴുവൻ ഉറക്കമൊഴിക്കുകയും അങ്ങനെ ഉള്ള പണിയെടുക്കുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഇതാണ്. പിന്നെ മദ്യപാനം അതിന് കാരണമാണ്. ഇപ്പോൾ അതിന് മദ്യപിച്ചുകൊണ്ട് മാത്രമല്ല, കാരണം കേരളത്തിലുള്ള നമ്പൂരി സ്ത്രീകളിൽ ഒരു ഭൂരിഭാഗത്തിനും വെരിക്കോസ് വെയിൻ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അത് അവർ ആസമൊക്കെ കുടിച്ചിട്ടുണ്ടാവുന്നതാണ്. ചെറിയ ആൽക്കഹോളിക് കണ്ടന്റ് പോലും അത് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഭയങ്കര മദ്യപാനിയാണെന്ന് അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അതർത്ഥം ആസവം കുടിച്ച സ്ത്രീകൾക്ക് ഈ വെരിക്കോസ് വെയിൻ്റെ അസുഖം ഉള്ളതായിട്ട് അറിയാം. എനിക്കറിയാം, നേരിട്ടറിയാം. അങ്ങനെ മരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം വന്നു. അയാൾ തൃശ്ശൂർ വന്ന് പിന്നെ വിദഗ്ധ ഡോക്ടറെ കണ്ടു. ഉപദേശം എന്താ വെച്ചാൽ ഉറക്കമൊഴിക്കരുത്, വിശ്രമം വേണം. ഇങ്ങനൊരു സീരിയൽ നല്ല ഉറക്കമൊഴിക്കാൻ്റെ പറ്റുമോ? ആദ്യമൊക്കെ അയാൾ ഒരാഴ്ചയൊക്കെ ഇരുന്നു വീട്ടിൽ. പിന്നെ അയാൾ വിളിച്ചോ വരില്ല എന്നുള്ളത് തോന്നി തുടങ്ങിയപ്പോൾ അയാൾ വീണ്ടും അഭിനയത്തിലേക്ക് പോയി. രാപ്പകല് അഭിനയമായി. ഞാൻ പറഞ്ഞ പോലെ തെരുവിലൊക്കെ അഭിനയിക്കുന്ന, അവിടെ ഇവിടെയൊക്കെ അഭിനയിക്കുകയും അവിടെയൊക്കെ സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നടനായി മാറുകയും ഒരിക്കൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഇയാൾ അവശനാവുകയും വയ്യാതാവുകയും അയാൾ തൃശ്ശൂർ വെസ്റ്റ് എന്താ എൻ്റെ പേര് ഹോസ്പിറ്റല് പടിഞ്ഞാറേക്കോട്ടയിലുള്ള, എനിക്ക് എൻ്റെ മുഴുവൻ പേര് ഓർമ്മയില്ല, അവിടെ അഡ്മിറ്റ് ചെയ്യുകയും എന്നെ വിവരം അറിയിക്കുകയും ഞാൻ അപ്പം തന്നെ അവിടെ എത്തുകയും ഞാൻ തന്നെ, അയാൾ ICUവിലായിരുന്നു, ഞാൻ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനെ ഒരു ദിവസം രാവിലെ ഞാൻ രാത്രി അവിടെ കിടക്കുന്ന അടുത്ത ഒരു റൂം എടുത്തിട്ട് അവിടെ കിടക്കുകയാണ്. രാവിലെ വളരെ നേരത്തെ ഡോക്ടർ വന്ന് എന്നെ മുട്ടി വിളിച്ചിട്ട് പറഞ്ഞു പ്രേമത്തിന് വളരെ സീരിയസ് ആണ്. വേണ്ടപ്പെട്ടവരെ അറിയിക്കുന്നു. അങ്ങനെ ആ ഗംഭീര നാടകത്തിന് ആദ്യത്തെ നാടകം തെരച്ചിൽ വരുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു. അവസാന നാടകത്തിൽ തെരച്ചിൽ വീഴുമ്പോഴും ഞാനുണ്ടായിരുന്നു. എനിക്ക് കാണേണ്ടി വന്നു. ഒരു ഗംഭീര നാടകത്തിന് തിരശ്ശീല വീണു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത എനിക്കെന്ത് ഷെയർ ചെയ്യാവുന്ന, എനിക്കെന്ത് വിഡ്ഢിത്വം പറയാവുന്ന, എനിക്കെന്ത് താന്തോന്നിത്വം കാണിക്കാവുന്ന, എനിക്ക് എത്ര വഴി വഴക്കടിക്കാവുന്ന, എന്നാലും ബാക്കി ഉണ്ടാവുന്ന ഉറപ്പുള്ള 5-6 സുഹൃത്തുക്കളിൽ, അത് വലിയ വലിയ ആൾക്കാരുണ്ട്. കെ ജി ശങ്കരപ്പിള്ളി അങ്ങനത്തെ ഒരു സുഹൃത്താണ്. മോഹൻദാസ് ഉണ്ട്, ഗോപിയുണ്ട്, അശോകനുണ്ട്. ആ സുഹൃത്തുക്കളിൽ ഏറ്റവും ആദ്യം വന്ന ഏറ്റവും അടുത്ത സുഹൃത്ത് പ്രേമേന്ദ്രനായിരുന്നു. ഏറ്റവും ആദ്യം പോയ ഏറ്റവും അടുത്ത സുഹൃത്ത് പ്രേമേന്ദ്രനായിരുന്നു. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കൊരു പുസ്തകം എഴുതണം എന്ന് ഞാൻ ഇത് പ്രേരണയായിട്ട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അതിനോട് റൈറ്റ് എ ബുക്ക് ഓടിയും ബുക്കിൻ്റെ പേരൊക്കെ ഞാൻ ഇപ്പം തന്നെ തീരുമാനിച്ചു. അയാൾ എന്ന പേരിൽ ഒരു പുസ്തകം, അച്ഛനെ പറ്റി പുസ്തകം എഴുതിയിട്ടുണ്ട്, അമ്മയെ പറ്റി സിനിമ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ഇടയ്ക്ക് വേറൊരു കാര്യം, ഞാൻ അച്ഛനെ പറ്റി എടുത്ത സിനിമയിൽ എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന എൻ്റെ അനിയനാണ് കേണൽ ഇന്ത്യയുടെ എന്നുണ്ട്, തൃശ്ശൂരുണ്ട്. അദ്ദേഹത്തിന് അച്ഛനായിട്ട് സാദൃശ്യമുണ്ട്. അപ്പോൾ എൻ്റെ പെങ്ങള് അവളും അഭിനയിക്കുകയൊക്കെ ചെയ്യും. സതിയെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഏട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ആരാ ഇത് അഭിനയിക്കാമെന്ന്. ഇപ്പം അനിയനാണ് അഭിനയിച്ചത്. ഏട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഏട്ടൻ അഭിനയിക്കാച്ചാൽ എങ്ങനെ ഇരിക്കും? ഒരു പിടി കിട്ടില്ല. ഏട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഏട്ടൻ തന്നെയായിരിക്കും, അത് പ്രേമൻ തന്നെയായിരിക്കും അത് അഭിനയിക്കുക. ആ പിടി കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഒഥല്ലോ അഭിനയിച്ച പോലെ ഇരിക്കും. അത് ഇയാൾ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷെ ഇയാൾ ഇരിക്കുമ്പോൾ എങ്ങനെ അനിയനെ കൊണ്ട് അഭിനയിപ്പിക്കും എന്ന ജാള്യതയോടുകൂടി ഇയാൾ അഭിനയിപ്പിക്കുകയും അയാൾ ഗംഭീരമായിട്ട് അത് അഭിനയിച്ച് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഞാൻ ഓർക്കാറുണ്ട് ഇപ്പോൾ. അങ്ങനെ ഒരു നടൻ. അപ്പം ഇയാളെ പറ്റി ഒരു പുസ്തകം എഴുതുന്നത് ഇപ്പം ഇതിനു വേണ്ടി ഇങ്ങനെ 2 ദിവസമായിട്ട് എനിക്ക് ഉറക്കം വരാതിരിക്കുകയും, കാരണം നമ്മളെ ഏറ്റവും അടുത്ത ആളെ ഞാൻ കുറിച്ച് ഓർക്കുകയും പറയും വേണ്ടി വരിക എന്ന് പറഞ്ഞാൽ വലിയ വേദനയാണ്. അത് വല്ലാത്ത ഒരു വിഷമമുള്ള കാര്യമാണ്. അതിനുവേണ്ടി ഞാനിങ്ങനെ രാത്രി ഒന്നും ഉറക്കം വരാറില്ല. ഇയാളെ പറ്റി ആലോചിച്ചിട്ടും
ഞങ്ങളുടെ ഒരുപാട് കുറുമ്പുകൾ, കുറച്ചൊന്നുമില്ല, പുറത്ത് പറയാൻ പറ്റാത്ത അത്ര കുറിപ്പുകൾ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചത് വൈനോട് റൈറ്റ് ബുക്കോടെ അച്ഛനെ പറ്റി എഴുതിയിട്ടുണ്ട്, അച്ഛനെ പറ്റി സിനിമ എടുത്തിട്ടുണ്ട്, അമ്മയെ പറ്റി സിനിമ എടുത്തിട്ടുണ്ട്. ഇയാളെ പറ്റി ഒരു പുസ്തകം എഴുതണം ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ചേട്ട നടന്നേക്കും. ഇപ്പം അധികം കാലമൊന്നും ഇല്ല ഇനി നമുക്കൊന്നും, എന്നാലും ഉള്ള കാലം കൊണ്ട് ചെയ്യേണ്ട പണികളിൽ ഒന്നായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ആ പുസ്തകം മുഴുവൻ മനസ്സിലുണ്ട്, എഴുതിയിട്ടില്ല. പുസ്തകത്തിൻ്റെ പേര് അയാൾ എന്നാണ്. അപ്പോൾ അയാൾക്ക് എൻ്റെ ഹൃദയാഞ്ജലി, നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം.